മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ മീറ്റിംഗ് ലീഡ് ചെയ്ത അഭിഷിക്ത ദേവദാസൻ, വേദിയിലായിരിക്കുന്ന അഭിഷിക്തൻ, എൻ്റെ മുമ്പിലായിരിക്കുന്ന അഭിഷിക്തന്മാർ എല്ലാവർക്കും ധന്യനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടയ്ക്കാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഏൽപ്പിച്ചു കൊടുത്തേ. ജീസസ് ഹൗഷലബകറ്റമസിയാന. നമ്മുടെ ദൈവാത്മാവ് ഈ പകൽ സംസാരിക്കണം. വചനത്തിൻ്റെ വെളിപ്പാടുകൾ തുറക്കണം. ജീസസ് ഹല്ലേലൂയ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീക്കു ചെയ്ത നന്മകളോ തീടുമ്പോ, യേശുവേ നീക്കു ചെയ്ത നന്മകളോ തീടുമ്പോ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രയാഗത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രയാഗത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മറ്റുള്ളതിനായി സ്തോത്രം. ഇന്നിപ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ വെളിപ്പാടുകൾ തുറക്കണമേ. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് പകലത്തെ ദൈവവചന ചിന്തയ്ക്ക് നമുക്ക് കൊരിന്ത്യർ ലേഖനം എടുക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. വായിച്ചോട്ടെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നല്ല വചനത്തിനായി കരമറിച്ചൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് കൊരിന്ത്യർ ലേഖനം. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ് ഇന്ന് പകലത്തെ ദൈവവചന ചിന്തക്കായി നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നത്. നമ്മൾ ഈ കൊരിന്ത്യർ ലേഖനം ചിന്തിക്കുമ്പോൾ അല്പമായിട്ട് കൊരിന്ത് പട്ടണത്തെപ്പറ്റി ഒന്നറിയുന്നത് ഏറ്റവും നന്നായിരിക്കും. നമുക്കറിയാം. എങ്കിലും എൻ്റെ പ്രസംഗത്തിൻ്റെ സുഗമമായിട്ടുള്ള മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കൊരിന്ത് പട്ടണത്തെപ്പറ്റി ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത് കടൽ ഇടുക്കിന് നടുക്കുള്ള പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം. റോമൻ സർക്കാർ അതിനെ മണ്ണിട്ടുയർത്തി ഒരു പട്ടണമാക്കി മാറ്റി. കടലിൻ്റെ നടുക്കുള്ള പട്ടണമായതുകൊണ്ട് വേഗത്തിൽ അതൊരു കപ്പൽ തുറമുഖമായിട്ട്
അത് ഉയർത്തപ്പെട്ടു. അവിടെയാണ് പൗലോസ്ലീഹ അനുഗ്രഹിക്കപ്പെട്ട കൊരിന്ത് സഭ സ്ഥാപിക്കുവാനിടയായി തീർന്നത്. എന്താണ് കൊരിന്ത് സഭയുടെ പ്രത്യേകത? ബൈബിൾ പറയുന്നു, ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭയായിരുന്നു കൊരിന്ത് സഭ. അപ്പോൾ തന്നെ വചനം വായിക്കുന്നു, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ കൊരിന്ത് സഭയ്ക്കകത്തുണ്ടായിരുന്നുവെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഈ വലിയ ഒരു തകർച്ച, ഈ മൂല്യച്യുതി കൊരിന്ത് സഭയ്ക്ക് ഉണ്ടായത്? അത് മനസ്സിലാക്കണമെങ്കിൽ കൊരിന്ത് പട്ടണം ഒന്ന് തിരിച്ചറിയണം. കൊരിന്ത് പട്ടണത്തിൽ ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ക്ഷേത്രത്തിൽ ഏകദേശം 1000-ൽ പരം ദേവദാസിമാർ അവിടെ ശുശ്രൂഷകൾ ചെയ്തു വന്നെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദേവദാസിമാർ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന കന്യകമാർക്കാണ് ദേവദാസിമാർ എന്ന് പറയുന്നത്. ഒരു കന്യകയെ ദൈവത്തിന് സമർപ്പിച്ചാൽ പിന്നെ അവൾക്ക് വീട്ടിൽ പോകാൻ കഴിയത്തില്ല. അവൾ ക്ഷേത്രത്തിൽ തന്നെ ജീവിച്ച് അവിടെ തന്നെ അവൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നത്തേതിൽ ഈ കന്യകമാർ ഉപജീവനം കഴിക്കുന്നത് വേശ്യാവൃത്തി ചെയ്താണ് ഇവർ ഉപജീവനം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1000-ൽ പരം വേശ്യമാർ തിങ്ങിപ്പാർക്കുന്ന പാപത്താൽ മ്ലേച്ഛതയാൽ നിറയപ്പെട്ട ഒരു കൊച്ചു പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കൊരിന്ത് പട്ടണത്തിൽ വ്യാപരിക്കുന്ന ആ പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ശക്തി കൊരിന്ത് സഭയ്ക്കകത്തോട്ട് നുഴഞ്ഞ് കയറുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നമ്മൾ പാർക്കുന്ന പട്ടണത്തിൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ശക്തി നമ്മുടെ കുടുംബങ്ങൾക്കകത്തും നമ്മുടെ സഭയ്ക്കകത്തുമൊക്കെ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. എന്നാൽ കൊരിന്ത് സഭയുടെ കെട്ടുപൊട്ടിച്ചത് ഈ കൊരിന്ത് ലേഖനമാണ്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ കൊരിന്ത് ലേഖനം ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി ഈ പട്ടണത്തിൻ്റെ കെട്ടുപൊട്ടിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ള കൊരിന്ത് സഭയ്ക്ക് വേണ്ടി പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. നിങ്ങളോ പിതാവായ ദൈവത്താൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ആമേൻ. ഞാൻ എല്ലായിടത്തും വന്ന കാര്യമാണ്, നമ്മുടെ ബൈബിളിനകത്ത് നമ്മൾ ദൈവത്തെ അവനെന്നും നീതിയൊക്കെ വായിക്കുന്നത് അല്ലേ? സ്തോത്രം. ആമേൻ. അതൊന്ന് മാറ്റിപ്പിടിക്കുകയാണെങ്കിൽ സ്തോത്രം, ആ വചനത്തിൻ്റെ അഴക് കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് പറ്റത്തില്ല, കാര്യം നമ്മുടെ അകത്തങ്ങ് തറഞ്ഞു പോയി. അവിടുന്ന് വായിക്കുമ്പോൾ ഒന്ന് മാറ്റി വായിച്ചാൽ നല്ലതായിരിക്കും. സ്തോത്രം. ആമേൻ. നമ്മൾ അങ്ങനെ ഈ ദൈവത്തെ അവനെന്നൊക്കെ വിളിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ദൈവസ്നേഹം കുറവാണ്. വിശേഷാൽ പെന്തക്കോസ്തർക്ക് ദൈവസ്നേഹം കുറവാണ്. രക്തത്താൽ ചെയ്യും. സ്തോത്രം. നിങ്ങൾക്കൊരു സന്തോഷമില്ല. ആമേൻ. നമുക്ക് ദൈവസ്നേഹം കുറവാണ്. കാര്യം ഈ ദൈവസ്നേഹം കുറവുള്ളത് കൊണ്ടാണ് ഈ സഭകൾക്കകത്തൊക്കെ വഴക്കും അടിയൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കുമ്പോൾ ഒന്ന് മാറ്റി വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ വചനത്തിൻ്റെ ക്ലാരിറ്റി കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ആരും കുഴപ്പമില്ല, അതാരുടെ കുഴപ്പമാണ്? ചാത്തുമേനോൻ്റെ കുഴപ്പമാണ് അല്ലേ? ചാത്തുമേനോൻ നമുക്കറിയാം, കോട്ടയത്ത് ബൈബിൾ ട്രാൻസ്ലേഷൻ ബെഞ്ചമിൻ വേലി വന്നപ്പോൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കൂടെ കൂട്ടി ചാത്തുമേനോനെ അല്ലേ? അപ്പോൾ ചാത്തുമേനോൻ്റെ ചില ആശയങ്ങൾ പോലും നമ്മൾ മലയാളം ബൈബിളിൽ വന്ന് കൂടിയിട്ടുണ്ട്. ഞാൻ പണ്ട് കഴിഞ്ഞ ദിവസം പാസ് പിടിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ട്. അല്ലേ? അപ്പോസ്തലത്തിൽ ഒരു കാറ്റുണ്ട്, ഈശാന മൂലൻ. നമ്മൾ പാടും, ഈശാന മൂലൻ അടിച്ചുയർന്നു പടക് തകർന്നെന്ന് തോന്നിയപ്പോൾ അല്ലേ? ഈശാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വടക്കിൻ്റെ അധിപതി, രുദ്രൻ, ശിവൻ. ശിവനെയാണ് സത്യത്തിൽ ഈശാൻ എന്ന് പറയുന്നത്. സ്തോത്രം. നിങ്ങളെ കുറിച്ച് നോക്കുന്നത് രക്തത്താൽ ചെയ്യുക. ആമേൻ. ഒരു വലിയ കാറ്റിന് പേരിടണം. സ്തോത്രം. ഹൈന്ദവനായിരിക്കുന്ന ചാത്തുമേനെ നോക്കിയപ്പോൾ വലുതാരാ? ശിവന. അദ്ദേഹം എഴുതി ഈശാന മൂലൻ. എന്തായാലും മലയാളം ബൈബിളിൽ മാത്രമേ ആ പദമുള്ളൂ, ഈശാന മൂലൻ. മറ്റ് യാതൊരു ട്രാൻസ്ലേഷനും ആ പദമില്ല. എന്തായാലും ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ കഴിയും മുമ്പ് ഈ ചാത്തുമേനോൻ രക്ഷിക്കപ്പെട്ടു, ഒരു ദൈവത്തിൻ്റെ മകനായി മാറി. കോട്ടയത്തുള്ള CSA ചർച്ചിലെ ഒരു കുടുംബമായിട്ട് അവർ മാറി. നോക്കിക്കേ, എത്ര വലിയ ശക്തിയാ ദൈവവചനത്തിന് അല്ലേ? വേദപുസ്തകം കൂലിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വന്നവനെ ഈ ദൈവത്തിൻ്റെ വചനം പിടിച്ചെങ്കിൽ ഇന്ന് പകൽ ഈ വചനം നമ്മളെ തൊടും. അത്ര പേർക്ക് സന്തോഷമുണ്ട്. സ്തോത്രം. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങളോ പിതാവായ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. സ്തോത്രം. 1, നമ്മൾ പിതാവായ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്നു. 2, യേശു പറയുന്നു ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും, 2 നീതിയും, 3 വീണ്ടെടുപ്പും. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില ഭാഗം ഒന്നും കൂടെ ഞാൻ നിങ്ങളെ അവിടെ ഞാൻ ഉദ്ധരിക്കാം. നിങ്ങളോ പിതാവായ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാകുന്നു അല്ലേ? നിങ്ങൾ കൊമ്പുകളാകുന്നു. സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും തൊട്ട് യേശു പറയുന്നു, നിങ്ങൾ കൊമ്പുകളാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ കൊമ്പുകൾ അല്ലേ? യേശു പറയുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളിയും, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എൻ്റെ പ്രിയരെ, എന്താണ് കൊമ്പിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, മുന്തിരിയിൽ ഫലമുണ്ടാകുന്നത് വള്ളിയിലല്ല, മുന്തിരിയിൽ ഫലമുണ്ടാകുന്നത് കൊമ്പിലാണ്.
സ്തോത്രം. അർത്ഥം, നമ്മൾ കൊമ്പുകളായതുകൊണ്ട് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മിൽ ഫലങ്ങൾ ഉണ്ടാകണം. അത്ര നമുക്ക് സന്തോഷമുണ്ട്. നമ്മിൽ ഫലമുണ്ടാകണം, നമ്മിൽ ഫലമുണ്ടാകണം. സ്തോത്രം. നമുക്കറിയാം യേശു അമ്മേ സ്തോത്രം ഒരിക്കൽ ശിഷ്യന്മാരുമായി നടന്നു വരുമ്പോൾ യേശുവിന് വിശന്നു അല്ലേ? യേശു ഇങ്ങനെ വായിക്കുന്നത്, ഒരു അത്തിയിൽ ഫലം തിരഞ്ഞു, ഫലം കണ്ടില്ല. അടുത്ത വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അമ്മ യേശു എവിടെയാ ഫലം തിരഞ്ഞേ? ഇലയുള്ള ഒരു അത്തിയിൽ യേശു എന്ത് ചെയ്തു? ഫലം തിരഞ്ഞു. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, അത്തിപ്പഴത്തിന്റെ കാലഘട്ടമല്ലായിരുന്നു, പക്ഷേ യേശു ആ അത്തിയിൽ ഫലം കാണാത്തതിനാൽ എന്ത് ചെയ്തു? അത്തിയെ ക്ഷമിച്ചു. നമുക്ക് വായിക്കുമ്പോൾ ഒത്തിരി വിരോധാഭാസമായി തോന്നും. കാര്യം അത്തിപ്പഴത്തിന്റെ കാലഘട്ടമല്ല, എന്നിട്ടും യേശു എന്ത് ചെയ്തു? അത്തിയിൽ ഫലം തിരഞ്ഞു. പക്ഷെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, യേശു ദൂരവേ എന്ത് കണ്ടു? ഇലയുള്ള ഒരു അത്തി കണ്ടു. ഇലയുള്ള ഒരു അത്തി കണ്ടു. എന്താണ് അത്തിയുടെ പ്രത്യേകത? നമുക്കറിയാം അത്തിക്കൊരു സീസൺ ഉണ്ട് കേട്ടോ. ഇല പൊഴിയുന്ന ഒരു സീസൺ ഉണ്ട്. ഇല പൊഴിഞ്ഞിട്ട് ഇല കിളിർക്കുന്ന, ഇല തളിർക്കുന്ന സീസണിൽ എന്തും കൂടെ വരും? ഫലം കൂടെ വരും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇലയുള്ള അത്തിയിൽ എന്ത് കാണണം? ഫലം കാണണം. ഫലം കാണണം. ഇലയുള്ള അത്തിയിൽ ഫലം കാണണം. ഫലം കാണാത്തതിനാൽ യേശു എന്ത് ചെയ്തു? അത്തിയെ ശപിച്ചു. ഇന്ന് പകൽ യേശു ഫലം തിരിയുന്നത് രക്ഷിക്കപ്പെടാത്തവന്റെ മേലല്ല യേശു ഫലം തിരിയുന്നത്. യേശു ഫലം തിരിയുന്നത് രക്ഷിക്കപ്പെട്ട നമ്മുടെ മേൽ ഫലം തിരിയുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നമ്മിൽ ഫലമുണ്ടാകണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ വരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. അത് വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നോക്കിക്കേ, കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നത് പോലെ നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പിതാവായ ദൈവത്താൽ ക്രിസ്തുവേശുവിലായിരിക്കുന്നു. ആമേൻ. ഞാൻ വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കാം. കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നത് പോലെ നമ്മൾ എവിടെയായിരിക്കുന്നു? പിതാവായ ദൈവത്താൽ ക്രിസ്തുവേശുവിൽ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കൊമ്പിൽ എന്തുണ്ടാകും? കൊമ്പിൽ ഫലമുണ്ടാകും അല്ലേ? എങ്ങനെയാ കൊമ്പിൽ ഫലമുണ്ടാകുന്നത്? കെട്ടുപൊട്ടട്ടെ, ബന്ധനമഴികട്ടെ എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല പ്രിയരെ കൊമ്പിൽ ഫലമുണ്ടാകുന്നത്. കൊമ്പിൽ ഫലമുണ്ടാകുന്നത് കൊമ്പുകൾ മുന്തിരിവള്ളിയുമായി ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ കൂടെ നിങ്ങൾ വന്നില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കാം. എങ്ങനെയാണ് കൊമ്പിൽ ഫലമുണ്ടാകുന്നത്? കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട്. ഇന്ന് പകൽ അങ്ങനെയാണെങ്കിൽ ദൈവാത്മ പറയുന്നു, കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ മേൽ ഫലങ്ങൾ വെളിപ്പെട്ടു വരും. നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുന്ന ഫലങ്ങളെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നമ്മൾ വായിച്ച വചനമേനെ വാക്കിയത്, കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ. വസിക്കുക അല്ലെ? നമ്മൾ വീട്ടിൽ വസിക്കുകയാണോ? നമ്മൾ വീട്ടിൽ താമസിക്കുക അല്ലെ? നമ്മൾ വീട്ടിൽ താമസിക്കുക. ശ്രോത്രം. ഞാനാണെങ്കിൽ വീട് വിട്ടിട്ട് ചില ദിവസങ്ങളായി. ശ്രോത്രം. 365 ദിവസം ഉണ്ടെങ്കിൽ ഒരു 65 ദിവസം ആയിരിക്കും ഞാൻ വീട്ടിൽ കാണുന്നത്. ശ്രോത്രം. 300 ദിവസവും ഞാൻ പല വീട്ടിലായിരിക്കും. ശ്രോത്രം. ഈ താമസിക്കുക എന്ന് പറയുന്നത് സ്ഥിരമല്ല. താമസിക്കുക എന്ന് പറയുന്നത് സ്ഥിരമല്ല. വസിക്കുക എന്ന് പറയുന്നത് സ്ഥിരമാണ്. നമുക്കറിയാം, ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് അല്ലെ? ആ വൃക്ഷത്തിൽ വസിക്കുന്നു. ആ കൊമ്പ് അവിടെ നിന്ന് അടർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൊമ്പിന് എന്തില്ല? ജീവനില്ല, ജീവിക്കാൻ കഴിയത്തില്ല. അമ്മേ, ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നിങ്ങൾ കുടുംബത്തിൽ താമസിക്കണം, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കാം, നിങ്ങൾ വീട്ടിൽ നിങ്ങൾ താമസിക്കണം, നിങ്ങൾ കുടുംബത്തിൽ വസിക്കണം. അർത്ഥം, യേശുവിനെ വിട്ട്, ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുക. അമ്മേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതാണ് പൗലോസ് പറയുന്നത്. അമ്മേൻ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് കൊതിയുണ്ട് അങ്ങനത്തെ ഒരു ജീവിതം? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? യേശുവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശുവിൻ്റെ ശ്വാസമാണ്, യേശുവിൻ്റെ ജീവനാണ്. യേശുവിനെ പിരിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കർത്താവേ ഇന്ന് പകൽ എന്നെ കൊണ്ടെത്തിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്ന് പകൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. യേശുവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഹല്ലേലൂയ. യേശുവിനെ പിരിഞ്ഞാൽ ഞാൻ ബലഹീനനായി പോകുന്ന അവസ്ഥ, യേശുവിനെ പിരിഞ്ഞാൽ ഞാൻ ക്ഷീണിതനായി പോകുന്ന അവസ്ഥ, യേശുവിനെ കൂടാതെ എനിക്കൊരു കാര്യവും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിക്കണമെന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും? ആ ഒരു തലമുറയെ ഇന്ന് പകൽ കർത്താവ് ഉപയോഗിക്കുവാനിടയായി തീരും. നോക്കിക്കേ, കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നമ്മൾ പിതാവായ ദൈവത്താൽ പിതാവായ ദൈവത്താൽ നമ്മൾ എവിടെയായിരിക്കുന്നു? ക്രിസ്തുവിലായിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 അനുഗ്രഹമാണ് തുടർന്നുള്ള വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങൾ. ഒന്ന്, നമുക്ക് ജ്ഞാനം കിട്ടും. ഒന്ന്, നമുക്ക് എന്ത് കിട്ടും?
ജ്ഞാനം. 2 നമുക്ക് നീതി കിട്ടും. 3 നമുക്ക് വീണ്ടെടുപ്പ് കിട്ടും. ഇന്ന് പകൽ ഈ 3 കാര്യവും പറയുവാൻ എനിക്ക് പറ്റത്തില്ല. ജ്ഞാനത്തെപ്പറ്റി മാത്രം പറയുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. രക്തത്താജകം, നിങ്ങൾ യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് നമുക്ക് എന്ത് കിട്ടും? ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടും. സ്തോത്രം. ജ്ഞാനം കിട്ടും എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവാത്മാവ് വിഭജിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല ദൈവം നമുക്ക് തരാൻ പോകുന്നത്. ജ്ഞാനം കിട്ടുമെന്ന് പറയുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് വിഭജിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല ദൈവം നമുക്ക് തരാൻ പോകുന്നത്. പിന്നെ ഏത് ജ്ഞാനമാണ് ദൈവം നമുക്ക് തരുന്നത്? ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് ജ്ഞാനത്തെ തരാമെന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നാൽ തികഞ്ഞ ജനത്തിന്റെ ഇടയിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ പക്വത പ്രാപിച്ച ജനത്തിന്റെ ഇടയിൽ ഞങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു? ജ്ഞാനം പ്രസംഗിക്കുന്നു. നമുക്ക് വാക്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആരുണ്ട്? പക്വത പ്രാപിക്കാത്തവർ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. പക്വത പ്രാപിക്കാത്തവർ ഉണ്ട്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം സ്തോത്രം ജനത്തെ, മനുഷ്യനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടർ പ്രാകൃതന്മാർ, 2-ാമത്തെ കൂട്ടർ ആത്മീയന്മാർ, 3-ാമത്തെ കൂട്ടർ ജഡികന്മാർ. അല്ലെ? ആരാണ് പ്രാകൃതന്മാർ? ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഒറ്റ വാക്യത്തിൽ അവസാനിപ്പിക്കുവാൻ കഴിയും. ആരാണ് പ്രാകൃത മനുഷ്യൻ? ദൈവാത്മാവിന്റെ ഉപദേശത്തെ കൈക്കൊള്ളാത്തവൻ. അപ്പൊ ദൈവാത്മാവ് ഉപദേശിക്കും, അല്ലെ? ദൈവാത്മാവ് ഗുണദോഷിക്കും. അപ്പൊ ആ ദൈവാത്മാവിന്റെ ഉപദേശത്തെ കൈക്കൊള്ളാൻ കഴിയാത്തവനാണ് പ്രാകൃതൻ. എന്തുകൊണ്ടാണ് അവന് കൈക്കൊള്ളാൻ കഴിയുന്നില്ല? അടുത്ത വാക്യത്തിൽ പറയുന്നു, അതവന് ഭോഷത്വമാകുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്ന് രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ദൈവശക്തി. നമുക്ക് സന്തോഷമുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കാം. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, യേശു കർത്താവിന്റെ ക്രൂശ് മരണം ജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിക്കെന്താ? അത് ഭോഷത്വമാ. പക്ഷെ രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ദൈവശക്തിയാ. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവശക്തി അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചന കേൾവി, ദൈവവചന കേൾവി കുറെ അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നിങ്ങൾ ദൈവശക്തി അനുഭവിക്കുവാൻ കൂടിയാ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവശക്തി അനുഭവിക്കണം. ദൈവശക്തി അനുഭവിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്താ? ഭോഷത്വം. രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ദൈവശക്തി. അടുത്ത വാക്യത്തെ വായിക്കുന്നു. അടുത്ത വാക്യത്തിൽ ക്രൂശിന്റെ വചനം അല്ല, നമ്മൾ വായിച്ച വചനം 6-ാം അധ്യായം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അല്ല, 14-ാമത്തെ വാക്യം. പ്രാകൃത മനുഷ്യൻ ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. പ്രാകൃത മനുഷ്യന്റെ കുഴപ്പം, അവന്റെ അകത്ത് എന്തില്ല? ആത്മാവില്ല. അവന്റെ അകത്ത് എന്തില്ല? ആത്മാവില്ല. അപ്പൊ ആത്മാവകത്തില്ലാത്തവന്റെ പേരാ പ്രാകൃത മനുഷ്യൻ. ഓ, എന്റെ കൂടെ നിങ്ങൾ വന്നില്ല. ഒന്ന് നിങ്ങൾ പറയാം, ദൈവാത്മാവകത്തില്ലാത്തവന്റെ പേരാണ് പ്രാകൃത മനുഷ്യൻ. അപ്പൊ ദൈവാത്മാവ് അവന്റെ അകത്തില്ലാത്തത് കൊണ്ടാണ് അവന് ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ കഴിയാത്തത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ എങ്ങനെയാ ഗ്രഹിക്കുന്നേ? ദൈവാത്മാവിൽ. ഹലോ 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 ഞാൻ പറയാം, ദൈവാത്മാവകത്തില്ലാത്തവർക്ക് ഈ വചനം ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ടല്ലേ. ഒരു മനുഷ്യൻ രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കഴിയത്തില്ല. രാഷ്ട്രീയ പ്രസംഗം ഗ്രഹിക്കുന്നത് ആത്മാവിലൊന്നുമല്ല, അവന്റെ ബുദ്ധി കൊണ്ടാണ് ഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കണമെങ്കിൽ ആത്മാവകത്ത് വേണം. ഇന്ന് പകൽ ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇതിന്റെ വെളിപ്പാട് അകത്ത് പ്രകാശിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്തെ ആത്മാവൊന്ന് ഉണരണം. രക്തം ചെയ്യും. നിങ്ങൾ ആത്മാവിൽ വേണം ഈ വചനത്തെ സ്വീകരിക്കാൻ. ആമേൻ. അപ്പൊ ദൈവാത്മാവ് അകത്തില്ലാത്തവന് ഇന്ന് പകൽ ഞാൻ പറയുന്ന ഈ ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. അല്ല, ദൈവാത്മാവിൽ ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ വചനം നമുക്ക് ദൈവശക്തിയായി മാറും. സ്തോത്രം. ഇതിന് കൽക്കട്ട AG ചർച്ചിൽ സ്തോത്രം ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് ചർച്ചിൽ പ്രസംഗിക്കുന്ന അവസരം കിട്ടി. സ്തോത്രം. അന്ന് അവിടുത്തെ ഒരു സീനിയർ പാസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, ഒത്തിരി വചനത്തിന് ആഴത്തിൽ പോകണ്ട കേട്ടോ, ആഴത്തിന് മീതെ ഇരുളുണ്ട്, രക്തത്താഴ്ചയും. ഞാൻ ഞെട്ടിപ്പോയി. സ്തോത്രം. അതേപോലെ കാര്യം, മോനെ, ഒത്തിരി ആഴത്തിൽ പോയവരൊക്കെ പിന്മാറ്റക്കാരായി പോയി. നീ UK നോക്കി പറഞ്ഞ UK നോക്ക്, സുവിശേഷ ലോകം മുഴുവൻ കൊണ്ടുവരാൻ പഠിച്ച് എന്താ കാര്യം? ആത്മാവില്ലാതെ വചനത്തെ പഠിക്കുന്നവൻ ആഴത്തിന്മീതെ ഇരുളുണ്ട്. ആത്മാവില്ലാതെ വചനത്തെ എൻ്റെ കൂടെ ഇല്ല. അവർ പഠിച്ച് അവസാനം പറയും പരിശുദ്ധാത്മാവില്ല, അവസാനം യേശു പോലും ഇല്ലെന്ന് പറഞ്ഞു പറയും. രക്തത്താഴ്ചയും എൻ്റെ കൂടെ നിങ്ങളില്ല, അല്ലേ? സ്വർഗമില്ലെന്നും നരകമില്ലെന്നും
ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വചനം എങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ? ദൈവാത്മാവിൽ, അല്ലേ? വചനം എങ്ങനെ വേണം സ്വീകരിക്കുവാൻ? ദൈവാത്മാവിൽ. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് പറ്റിയ വലിയൊരു പരാജയം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ബുദ്ധി കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ദൈവസഭയുടെ പരാജയം ആരംഭിച്ചത്. സ്തോത്രം. നമ്മൾക്ക് ഈ പിതാക്കന്മാർക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നവരാണല്ലോ നമ്മൾ പിതാക്കന്മാർക്ക്, അല്ലേ? സ്തോത്രം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പിതാക്കന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ പെന്തക്കോസിനകത്ത് നുഴഞ്ഞു കയറിയ ഒരു ഉപദേശമുണ്ട്. അത് ബെതറൻ തിയോളജിയാ. കാര്യം ഈ പെന്തക്കോസ് എവിടെ നിന്ന് ഉണ്ടായത്? ബെതറൻ ചർച്ചിൽ നിന്നാണ് പെന്തക്കോസ് ഉണ്ടായത്, അല്ലേ? അപ്പൊ ബെതറൻ ചർച്ചിൽ നിന്ന് പെന്തക്കോസിൽ വന്നിട്ടും എന്ത് പൊട്ടിയിട്ടില്ല? ബെതറൻ തിയോളജി. കാര്യം നമ്മൾ മൊത്തം പഠിക്കുന്നത് ബ്രദർകാരുടെ പുസ്തകം, അല്ലേ? ഇത് വായിച്ചേട്ടാ വെച്ച് കീഴിച്ച് നേരെ. അതുകൊണ്ട് പെന്തക്കോസിൽ വന്നിട്ടും ബെതറൻ തിയോളജി പോകാത്തത് കൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ അംഗീകരിക്കാത്തത്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ അംഗീകരിക്കാത്തത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾക്കിത് ദൈവശക്തിയാ, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് വിമർശനത്തിന് കാരണമായി മാറും. സ്തോത്രം. ആത്മാവില്ലാതെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവൻ അവൻ വിമർശിക്കും. അവൻ മൊത്തം വിമർശനമാണ്. ഉപദേശിയുടെ ഷർട്ട് ശരിയല്ല, ഉപദേശിയുടെ നിൽപ്പ് ശരിയല്ല, നോട്ട് ശരിയല്ല, അത് വായിച്ചത് ശരി, ആലോ എൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ല. എന്നാൽ ദൈവാത്മാവിൽ വചനത്തെ സ്വീകരിക്കുന്നവന് വചനം ദൈവത്തിന്റെ ശക്തിയായി മാറും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ അസാധാരണ ദൈവശക്തി വചനത്തിൽ കൂടെ വ്യാപരിക്കും. വചനം നിങ്ങളെ സ്പർശിക്കും, വചനം നിങ്ങളെ സൗഖ്യമാക്കും, വചനം നിങ്ങളെ വിടുവിക്കും. അത് വിശ്വസിക്കുന്നവരെ കരങ്ങളും അടിച്ച് ആ ദൈവാത്മാവിന് നന്ദി പറഞ്ഞേ. ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ അകത്ത് പ്രകാശിപ്പിച്ചു തരുന്ന, ആമേൻ, ദൈവത്തിന്റെ വചനത്തെ ഞങ്ങളുടെ അകത്ത് പ്രകാശിപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ ആത്മാവിന് നന്ദി പറ. ഇവൻ മന്ത്രിയാണെങ്കിലും ദൈവാത്മാവ് അകത്തില്ലെങ്കിൽ ഈ വചനം അവന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അല്ലേ? ഒരു മന്ത്രി വചനം വായിച്ചുകൊണ്ട് വരിക, യെശയ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ട് വരിക, മന്ത്രിയാ. എത്യോപ്യ ദേശത്തെ ധനകാര്യമന്ത്രിയാ, സാധാരണപ്പെട്ട മനുഷ്യനല്ല, ധനകാര്യമന്ത്രിയാ. നമ്മളൊക്കെ പറയുന്നത് ഷണനാണെന്ന്. ഷണനൊന്നും അല്ല. കാര്യം അവൻ ആവർത്തനം 23 പറയുന്നുണ്ട്, ചൊറിയൻ, പതിമൂക്കൻ, ഷണ്ണൻ, പൊട്ടൻ എവിടെ ചെല്ലരുത്? ആലയത്തിൽ പോകരുത്. ഇവൻ ആലയത്തിൽ പോയിട്ട് ആരാധന കഴിച്ചിട്ട് വരിക. എത്യോപ്യ ദേശത്തെ ധനകാര്യമന്ത്രിയാ. മലയാളത്തിൽ മാത്രമേ ഷണ്ണൻ എന്ന വാക്കുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കേരളത്തിലെ സകല ഉപദേശമാർ ഈ ഉപദേശം പിടിക്കും. കാര്യം നമ്മളും കൂടെ പുള്ളിയെ ഷണ്ണനാക്കി മാറ്റി. സ്തോത്രം. ഇവൻ എത്യോപ്യ ദേശത്തെ ധനകാര്യമന്ത്രിയാ. ഇവന്റെ കയ്യിൽ യെശയ്യാവിന്റെ ചുരുളിരിപ്പുണ്ട് കേട്ടോ. വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ആമേൻ. സ്തോത്രം. ഫിലിപ്പ് ചോദിക്കുന്നു, ആമേൻ, മന്ത്രിയെ വായിച്ചിട്ട് ആമേൻ മനസ്സിലാകുന്നുണ്ടോ? ഈ മന്ത്രി പറയാ, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ ഇതെങ്ങനെ മനസ്സിലാകും? അർത്ഥം ആത്മാവുള്ളവനെ വചനത്തിന്റെ പൊരുൾ തിരിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ആത്മാവുള്ളവനെ വചനത്തിന്റെ വെളിപ്പാട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനം, സ്തോത്രം, നമ്മൾ പ്രാകൃത മനുഷ്യൻ ഒന്ന് അവന് ദൈവാത്മാവ് അവന്റെ അകത്തില്ലാത്തത് കൊണ്ട്, അല്ലെ, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ദൈവത്തിന്റെ വചനത്തെ എങ്ങനെയേ വിവേചിക്കാവുള്ളൂ? ആത്മാവിലെ, അല്ലേ? ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ വചനം വായിക്കാവുള്ളൂ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കരുത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ നിങ്ങൾ വചനം കേൾക്കരുത്. സ്തോത്രം. ആമേൻ. അത് അവന് ഭോഷത്വമായി മാറും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? ആത്മാവിൽ വചനത്തെ സ്വീകരിക്കുന്ന ഭക്തന്മാർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ വചനത്തിന്റെ വെളിപ്പാടുകളെ കർത്താവിൽ തുറക്കുന്ന അഭിഷിക്തന്മാർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നിങ്ങൾ ദൈവാത്മാവിൽ വചനത്തെ വായിക്കുവാൻ തുടങ്ങിക്കോ. ഇതുവരെ കാണാത്ത ദൈവവചനത്തിന്റെ വെളിപ്പാടുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. വിശ്വസിക്കുന്നവർ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഒന്ന് പ്രാകൃത മനുഷ്യൻ, അർത്ഥം ദൈവാത്മാവ് അകത്തില്ലാത്തവൻ. രണ്ട് ആത്മീകനോ ഒന്ന് വായിച്ചേ. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. അപ്പൊ ആത്മീകന്റെ ക്വാളിറ്റി സകലത്തെയും എന്ത് ചെയ്യുന്നു? വിവേചിക്കുന്നു. വിവേചനവരം. ആമേൻ. വിവേചനവരം. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, ഒത്തിരി കൃപയൊന്നും പ്രാപിച്ചില്ലെങ്കിലും ഒരു വിവേചനവരം പ്രാപിക്കണം. രക്തത്താഴ്ചയം. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. അടുത്ത വാക്യം, താൻ ആരാലും എന്ത് ചെയ്യുന്നില്ല. അപ്പൊ ആത്മീകന്റെ ക്വാളിറ്റി ഒന്ന്, അവൻ സകലത്തെയും വിവേചിക്കും. രണ്ട്, ആരാലും എന്ത് ചെയ്യുന്നില്ല, അവൻ വിവേചിക്കപ്പെടുന്നതുമില്ല. 5 കോടതിയിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. മതത്തിന്റെ കോടതിയും, സ്തോത്രം ഹല്ലേലൂയ, ലോകത്തിന്റെ കോടതിയും മാറി മാറി വിസ്തരിച്ചിട്ടും ഇവിടുത്തെ കോടതി വിളിച്ചു പറഞ്ഞു, മതത്തിന്റെ കോടതിയും ലോകത്തിന്റെ കോടതിയും വിളിച്ചു പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റം പോലും കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എൻ്റെ പ്രിയരെ, ലോകവും സഭയും മനുഷ്യനും എങ്ങനെ നോക്കിയാലും നമ്മിൽ ഒരു കുറ്റം പോലും കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പേരെത്ര? ആത്മീയന്മാർ.
സ്തോത്രം. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വെള്ള ഷർട്ട് ഇട്ടാൻ നിൽക്കുന്നത്. എനിക്കൊരു ചുമല ഷർട്ട് ഇടാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു കറുത്ത ഷർട്ട് ഇടാനും എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. രക്തം വചനം ചെയ്യാം. സ്തോത്രം. ഞാനൊരു ചുമല ഷർട്ടൊക്കെ ഇട്ട് ഈ ചർച്ച വരികയാണെങ്കിൽ ഈ ദൈവമക്കൾക്ക് ഒരു ചിന്തയുണ്ട്. കാര്യം പാസ്റ്റർമാർക്ക് വെള്ള ഷർട്ടേ പറ്റത്തുള്ളൂ അല്ലേ? നിങ്ങൾക്കിടാം, നിങ്ങൾക്ക് ചുമലയും കറുപ്പൊക്കെ ഇടാം. രക്തത്താൽ ചെയ്യാം. സ്തോത്രം. ഞങ്ങൾക്ക് ഈ വെള്ളയെ ഇടാവുന്ന ഒരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ട്. സ്തോത്രം. ഞാനൊരു ചുമല ഷർട്ടൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേന് സ്തോത്രം ഞങ്ങളുടെ മോൻ ഉള്ളി പറയും, എന്നാലും ഞങ്ങളുടെ പാസ്റ്റർ ഒരു ചുമല ഷർട്ട് ഇട്ട് വന്നല്ലോ എന്നൊരു ചിന്ത ആ കുഞ്ഞിന്റെ അകത്തുണ്ടായാൽ, ഒരു മുറിവുണ്ടായാൽ ഞാൻ കുറ്റക്കാരനായി മാറും. പൗലോസ് പറയുന്നുണ്ടല്ലോ, വിഗ്രഹാർപ്പിതം എന്തല്ല? വിഗ്രഹാർപ്പിതം ഏതുമില്ല. വിഗ്രഹാർപ്പിതം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. യേശു പറഞ്ഞു, നിങ്ങളെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക്. നിങ്ങൾ വിഗ്രഹാർപ്പിതം കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ അറിയുന്നില്ല. വിഗ്രഹാർപ്പിതം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? എന്നാ കഴിച്ചിട്ടുണ്ടല്ലേ? ഈ ആഴ്ച കഴിച്ചായിരുന്നോ? കഴിഞ്ഞ ആഴ്ച കഴിച്ചായിരുന്നോ? ഞാൻ ഇന്നലെയും കഴിച്ചു, എൻ്റെ കൂടെ ഇല്ല. ഞാൻ ഇന്നലെ കയറി രാവിലെ മസാല ദോശ കഴിച്ചത് ആര്യഭവൻ ഹോട്ടലില്ല. ഹൈന്ദവന്റെ ഹോട്ടൽ. അവൻ രാവിലെ അവന്റെ ദൈവത്തിന് കൊടുത്തിട്ട് ബാക്കി എനിക്ക് തന്നത്. വികാരഭൂതമായി. എന്താ മിണ്ടാത്തെ? എടാ ആര്യഭവക്കാരൻ ഹോട്ടലുകാരൻ രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആദ്യം ആർക്ക് കൊടുക്കും? അവരുടെ ദൈവത്തിന് കൊടുത്തിന് ബാക്കിയാ. വികാരഭൂതമായില്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൈവശമായി കിടക്കില്ല. കാര്യം എനിക്കൊരു ബോധ്യമുണ്ട് എന്നെ അശുദ്ധമാക്കുന്നത്. സ്തോത്രം. പിന്നെ അവിടുന്ന് ഗ്ലോറി സ്തോത്രം രക്തം ചെയ്യാൻ പറഞ്ഞ് അവസാനം വരെ നമ്മൾ പ്രാർത്ഥിക്കും, രക്തത്താൽ ചെയ്യുക അല്ലേ? സ്തോത്രം. രക്തം ചെയ്യുക. പൗലോസ് പറയുക വിഗ്രഹാർപ്പിതം ഏതുമില്ല. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നും ഉണ്ടല്ലോ ഈ അന്നദാനം. ഹലോ, ഇന്നുമില്ലേ ക്ഷേത്രത്തിൽ അന്നദാനം? അന്നും ഉണ്ടായിരുന്നു അന്നദാനം. സ്തോത്രം. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നു, എൻ്റെ കയ്യിൽ പൈസയില്ല. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ അവിടെ അന്നദാനം നടക്കുന്ന കയറി ചോറുണ്ടാക്കാൻ വിശന്നിട്ടാ. സ്തോത്രം. ഞാൻ കയറി പൗലോസ് പറയുക വിഗ്രഹാർപ്പിതം ഏതുമില്ല. പക്ഷേ ഞാൻ കയറി ചോറുണ്ണുമ്പോഴായിരിക്കും സ്തോത്രം, അയ്യോ ഞങ്ങളുടെ സഹോദരി എവിടെ വരും, എന്നാലും ഞങ്ങളുടെ ചർച്ച പ്രസംഗിക്കാൻ വന്ന ഉപദേശി കണ്ടില്ലേ ക്ഷേത്രത്തിൽ പോയി ചോറുണ്ണുന്നത് എന്നൊരു ചിന്ത വന്നിട്ട് ഞങ്ങളുടെ ആൻറ്റിയുടെ അകത്തൊരു മുറിവുണ്ടായാൽ ഞാൻ കുറ്റക്കാരനായി. എൻ്റെ കൂടെ നിങ്ങൾ വന്നില്ല. സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധം പറയുന്നു, നമ്മൾ നിമിത്തമായിട്ട് ആർക്കെങ്കിലും മുറിവുണ്ടായാൽ നമ്മൾ കുറ്റക്കാരായി. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും മുറിവുണ്ടായാൽ നിങ്ങൾ കുറ്റക്കാരായി. നിങ്ങളുടെ വസ്ത്രത, എന്നാലും അവൾ അങ്ങനത്തെ വസ്ത്രം ഇട്ടല്ലോ എന്നൊരു ചിന്ത ഒരു ബലഹീന വിശ്വാസിക്ക് വന്നിട്ട് അവൻ്റെ അകത്ത് മുറിവുണ്ടായാൽ നമ്മൾ ആരായി മാറുക? കുറ്റക്കാരായി മാറുക. അതുകൊണ്ട് പൊന്നു സഹോദരിമാരെ, എനിക്ക് കറുത്ത ഷർട്ട് ഇടുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ഓർത്ത് ഞാൻ വെള്ള ഷർട്ട് ഇടുക. എന്താ കാര്യം? നിങ്ങൾക്കൊരു മുറിവുണ്ടാക്കിയിട്ട് എനിക്ക് കുറ്റക്കാരനാകാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ പലതും വേണ്ടെന്ന് വെക്കുന്നു. എൻ്റെ കൂടെ നിങ്ങളില്ല. എന്താ നമ്മൾ പലതും വേണ്ടെന്ന് വെച്ചത്? എന്താ പലതും നമ്മൾ വിട്ടുകളഞ്ഞത്? പലതും നമ്മൾ വിട്ടുകളയാൻ കാര്യം നമ്മൾ നിമിത്തമായിട്ട് ആർക്കും വേദന ഉണ്ടാകരുത്. ഇന്ന് പകൽ ദൈവസഭ തീരുമാനമെടുക്കണം. എൻ്റെ വാക്കുകൊണ്ട് ആർക്കും വേദന ഉണ്ടാകരുത്. എൻ്റെ പ്രവർത്തികൾ കൊണ്ട് ആർക്കും വേദന ഉണ്ടാകരുത്. എൻ്റെ സ്റ്റൈൽ കൊണ്ടോ എൻ്റെ സംസാരം കൊണ്ടോ എൻ്റെ ജീവിതം കൊണ്ടോ ആർക്കും വേദന ഉണ്ടാകരുത്. 5 കോടതിയിൽ 7 പ്രാവശ്യം മാറി വിസ്തരിച്ചിട്ടു ഇവിടുത്തെ മുഴുവൻ കോടതി വിളിച്ചു പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റം പോലും കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, ലോകവും മനുഷ്യനും എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങളിൽ ഒരു കുറ്റം പോലും കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരെത്ര ആത്മീയന്മാർ ഇന്ന് പകൽ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ ഇത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രവാചകന്റെ കൈവപ്പ് വേണ്ട. ഇന്ന് പകൽ മാറ്റിക്കളയാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നീതിയോടെ നിൽക്കുവാൻ കഴിയും. എത്ര സന്തോഷമുണ്ട്. നീതിസൂര്യൻ വരുമ്പോൾ തന്റെ ശോഭയല്ലേ, എൻ്റെ ഇരുൾ നിറം മാറും. നീതിസൂര്യൻ വരുമ്പോൾ അവൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. അപ്പൊ ആത്മീകന്റെ പ്രത്യേകത, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. 2, അവൻ ആരാലും എന്ത് ചെയ്തില്ല. അപ്പോൾ ആത്മീകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് വിവേചനം. വിവേചിക്കുന്ന ഒരു അഭിഷേകം. നമുക്കറിയാം സ്തോത്രം, ഏലീഷയുടെ ഈ വിവേചനത്തിന്റെ റേഞ്ച് എന്നൊക്കെ പറയുന്നത് അരാം രാജാവ് കൊട്ടാരത്തിനകത്ത് തൻ്റെ ബെഡ്റൂമിൽ ചിന്തിക്കുന്ന കാര്യം ഏലീഷയ്ക്ക് ഇവിടെ വെളിപ്പെടും. തൻ്റെ പ്രാർത്ഥന മുറിയിൽ വെളിപ്പെട്ട് വരും. സ്തോത്രം. നമുക്കറിയാം ഏലീഷയ്ക്ക് 3 പ്രവാചക സ്കൂൾ ഉണ്ടായിരുന്നു. 3 പ്രവാചക. ഏലീഷ ഒരിക്കലും ബൈബിൾ കോളേജ് തുടങ്ങിയല്ലോ കേട്ടോ. ബൈബിൾ കോളേജ് തുടങ്ങിയില്ല. എലീഷ തുടങ്ങിയത് പ്രവാചക സ്കൂളാണ്. സ്തോത്രം. പ്രവാചകൻ പ്രവാചക കോളേജ് തുടങ്ങണം, സ്കൂൾ തുടങ്ങണം. തിയോളജിമാർ എന്ത് ചെയ്യണം? ബൈബിൾ സ്കൂൾ. ഇതാണ് കുഴഞ്ഞു മറിഞ്ഞു പോയി. ഒരു നല്ല ചോദ്യം പറഞ്ഞാട്ടെ. നമ്മുടെ വിളി മനസ്സിലാക്കി അതിനകത്ത് കയറി നിൽക്കണം. എലീഷ 3 പ്രവാചക സ്കൂളാണ് തുടങ്ങി. എവിടെയൊക്കെ ഉണ്ടായിരുന്നു? എരികോവിലും ഗിൽഗാലിലും
ബേഥേലിലും അല്ലേ 3 പ്രവാചക സ്കൂൾ ഉണ്ടായിരുന്നു. തൻ്റെ ശിഷ്യന്മാരെല്ലാം പ്രവാചകന്മാരായിരുന്നു. ഞാൻ പറയാം, പ്രവാചകന്റെ കൂടെ നടന്നാൽ പ്രവാചകനാകും. സ്തോത്രം. ഒരു തിയോളജിമാന്റെ പുറകെ നടന്നാൽ തിയോളജി. നീ ആരുടെ കൂടെ നടക്കുന്നുവോ ആ പകർച്ച നിന്റെ മേൽ വെളിപ്പെട്ട് വരും. സ്തോത്രം. ഒരു ദിവസം എലീശ പറഞ്ഞു, മക്കളെ ഇന്ന് നമുക്ക് ക്ലാസ് വേണ്ട, കൂടെ നമുക്ക് പായസം ഉണ്ടാക്കാം. ഭയങ്കര സന്തോഷം. ഈ ബൈബിൾ സ്കൂളിലൊക്കെ പായസം കിട്ടുക ചരിത്രം തിരുത്തുന്ന സംഭവം. പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. ഇമാലും കൂടെ പായസം ഉണ്ടാക്കി അവസാനം പായസം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ചു പറയുന്നു, പ്രവാചകനെ കലത്തിൽ മരണം. എവിടെ മരണം? കലത്തിൽ. കലം എവിടെ ഇരിക്കുന്നേ? അടുക്കള അല്ലേ? അടുക്കള കലത്തിൽ മരണം. നിങ്ങൾ നോക്കിക്കേ, രാജാവ് രാജകൊട്ടാരത്തിൽ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ആത്മാവിൽ തിരിച്ചറിഞ്ഞ എലീശ തൻ്റെ വീട്ടിനകത്ത് അടുക്കള കലത്തിൽ മരണം വന്ന കാര്യം എന്തില്ല. നമ്മുടെ കുഴപ്പമില്ല, നാട്ടുകാരെ മുഴുവൻ വിവേചിക്കും. നമ്മുടെ കാര്യം മാത്രം എന്ത് ചെയ്തില്ല, വെളിപ്പെടുത്തില്ല. അല്ലോ, രാജാവ് ശയനഗൃഹത്തിൽ ചിന്തിക്കുന്ന കാര്യം ആർക്ക് മനസ്സിലാകും? എലീശയ്ക്ക്. ആ മനുഷ്യൻ തന്റെ സ്വന്തം വീട്ടിൽ തന്റെ അടുക്കളയ്ക്കകത്ത് ഒരുത്തൻ പേച്ചൂര് പറിച്ചിട്ട് അറിഞ്ഞില്ല. എലീശ അറിഞ്ഞില്ല. എന്താ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. ആരെ പേച്ചൂര് പറിച്ചിട്ടെ? ശിഷ്യനെ കണ്ണടച്ചെന്ന് വിശ്വസിച്ചു. ശിഷ്യനെ എന്റെ കൂടെ നിങ്ങൾ വന്നില്ല. ഇവന് കുരുത്തക്കേട് കാണിക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ എലീശ രാജാവിനെ വിവേചിച്ചു, നാട്ടുകാരെ വിവേചിച്ചു, പക്ഷെ ആരെ വിവേചിച്ചില്ല? ശിഷ്യനെ. ഇന്ന് പകൽ ദൈവം പറയുന്നു, ശിഷ്യന്മാരെ വിവേചിക്കണം, മക്കളെ വിവേചിക്കണം, നിന്റെ വീട്ടിൽ കൂടെ വരുന്നവരെ വിവേചിക്കണം, നിന്റെ ചർച്ചിൽ പ്രസംഗിക്കാൻ വരുന്നവരെ വിവേചിക്കണം. എന്റെ കൂടെ നിങ്ങളില്ല. സ്തോത്രം. നിന്റെ തലമുറയെ കൂടെ ഫോൺ ചെയ്യുന്നവരെ വിവേചിക്കണമെന്ന്. നിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവരെ വിവേചിക്കണമെന്ന്. ഞാൻ പറയും, ഒരു വിവേചനത്തിന്റെ അഭിഷേകം നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങളെ തകർക്കാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നോട് കൂടെ ജോലി ചെയ്യുന്നവനെ വിവേചിക്കണം. എത്ര പേർക്ക് ഇന്ന് പകൽ ആഗ്രഹമുണ്ട്? ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒരു വിവേചനത്തിന്റെ അഭിഷേകത്തെ ദൈവം നിങ്ങളുടെ മേലേക്ക് കൈമാറാൻ പോവാ. രക്തം വചനം ചെയ്യും. അപ്പൊ ആത്മീകന്റെ പ്രത്യേകത, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. 2, അവൻ ആരാലും എന്ത് ചെയ്യുന്നില്ല, വിവേചിക്കപ്പെടുന്നതും ഇല്ല. 3, ജഡികൻ. ആരാ ജഡികൻ? ആരാ ജഡികൻ? രക്ഷിക്കപ്പെട്ടവനാണോ? ജഡികൻ രക്ഷിക്കപ്പെട്ടവനാണോ? നിങ്ങൾ മിണ്ടുന്നില്ല. ജഡികൻ സ്നാനപ്പെട്ടവനാണോ? നിങ്ങൾ സ്വർഗത്തിൽ മൗനത. ജഡികൻ സ്നാനപ്പെട്ടവനാണോ? ജഡികൻ രക്ഷിക്കപ്പെട്ടവനാണോ? നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ജഡികൻ എന്ന് പറയുന്നത് ആരാണ്? ജഡികൻ. സ്തോത്രം. നിങ്ങൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ നോക്കിക്കോണം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഈ ജഡികൻ എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ആരാ? ഈ ജഡത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവൻ. സ്തോത്രം. എന്നാൽ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ, എന്റെ പൊന്നച്ചായന്മാരെ. ഞങ്ങളുടെ കോട്ടയം ഭാഷ വിളിച്ച പറഞ്ഞ അങ്ങനെയാ, എന്റെ പൊന്നച്ചായൻ. പൗലോസോടെ പ്രസംഗിക്കുക. കൺവെൻഷൻ മെസ്സേജ് ആണോ? കൊരിന്ത്. അത് ആരോടോ? ഒരു കൃപാവരത്തിനും, നമ്മളെപ്പോഴൊന്നുമല്ല, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത കൊരിന്ത് സഭയിൽ അച്ചാമാരെ കണ്ടു വിളിക്കുന്നു, എന്റെ പൊന്നച്ചായന്മാരെ, എന്റെ പൊന്നമ്മമാരെ, എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോടെന്ന പോലല്ല. അപ്പം ആരെ ജഡികന്മാർ? ആരോട് പറയുന്നേ? കൊരിന്ത് സഭയിൽ വിശ്വാസി വിളിക്കുന്ന പേരാണ്. സ്തോത്രം. എന്റെ കൂടെ നിങ്ങൾ വന്നില്ല. അപ്പൊ ആരാണ് ജഡികൻ? അടുത്ത വാക്യം വായിക്കുമ്പോ സ്തോത്രം, നിങ്ങൾ നോക്കിക്കോണം, ആരാണ് ജഡികൻ? അടുത്ത വാക്യം വായിച്ചു. ജഡികന്മാരെന്ന പോലെ ക്രിസ്തുവിൽ ശിശു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഒറ്റ വാക്യം പറഞ്ഞ രക്ഷിക്കപ്പെട്ടിട്ടും വളർച്ച പ്രാപിക്കാത്ത വിശ്വാസിയാണ് ജഡികൻ. അവൻ ആരോട് ഉപമിച്ചിരിക്കുന്നേ? അങ്ങോട്ട് നോക്കിക്കേ. ഒരു മലന്ന് കിടക്കുക. നോക്കിക്കേ, കാലും പൊക്കി ഒന്ന് നോക്ക്. കണ്ടോ? നോക്കിക്കേ. കണ്ടോ? എന്തിനു വന്നതാ കുഞ്ഞ്? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നല്ലേ? എന്റെ കൂടെ ഇല്ല. എന്റെ ഉദാഹരണമാ. എന്തിനാ കുഞ്ഞ് വന്നേ? വല്ല പ്രയോജനമുണ്ടോ? വരാതിരിക്കണ്ടേ എല്ലാ മീറ്റിങ്ങിനും? എന്റെ കൂടെ നിങ്ങളില്ല. അതായത് ശിശുവാ. അവള് വന്നിട്ട് അവിടെ ലോകത്തിലാ. ഇതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് വളർച്ച പ്രാപിക്കാത്ത വിശ്വാസി. ഇതാണ്. ചർച്ച വരും, ഇരുന്നുറങ്ങും. ഈ കുഞ്ഞെന്നൊക്കെ കാണിക്കുന്നു അതുപോലെയാ. എന്റെ കൂടെ നിങ്ങളില്ല. ഈ രക്ഷിക്കപ്പെട്ടിട്ട് വളർച്ച പ്രാപിക്കാത്ത വിശ്വാസിയെ പൗലോസ് ഉപമിക്കുന്നത് ശിശുവിനോടാ. ഓക്കെ, എന്നാ എഴുത്ത പടം വരച്ചോണ്ടിരിക്കുക. സ്തോത്രം. ഭയങ്കര പരിപാടിയാ. രക്തം വചനം ചെയ്യുക. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാ മീറ്റിങ്ങിനും വരും, ഒരു പ്രയോജനവും ഇല്ല. സ്തോത്രം. ഒരു നല്ല സ്തോത്രം പറ. എന്റെ ഭാഷ പറഞ്ഞാൽ സത്യം പറഞ്ഞാല് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പിള്ളേരെ കൊണ്ടുവന്ന് വെറുതെ ബോറടിപ്പിക്കരുത് കേട്ടോ. സ്തോത്രം. അവർക്ക് വേസ്റ്റാ. വലുത് മനസ്സിലാവും അവർക്ക്. ഇത് വല്ല എന്റെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയൊക്കെ യൂത്ത് ചർച്ചകൾ തുടങ്ങണം. അവരുടെ ഭാഷയിൽ യൂത്ത് ചർച്ചകൾ.
ഇത് 3-4 മണിക്കൂർ വേസ്റ്റ്. പിന്നെ അപ്പനമ്മയും പേടിച്ച് വന്ന് ഇരിക്കുക. ഇവർ വരുമ്പോഴത്തേനും മനസ്സ് മടിച്ച് പിന്നെ ചർച്ച ചെയ്യിക്കാൻ അവർക്ക് അലർജിയാണ്. കാര്യം ഈ പാവങ്ങൾക്ക് ഈ പിള്ളേർക്ക് എന്നാ മനസ്സിലാക്കണേ, എൻ്റെ ഈ ഞാൻ സ്വത്രം പത്രോസ് പോലും പറയുകയാണ്, സ്വത്രം ഈ പൗലോസിന്റെ ലേഖനം അല്പം കട്ടിയാണെന്നല്ലേ. താക്കോല് കയ്യിലുള്ള പത്രോസിന് പോലും പൗലോസിന്റെ ലേഖനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെ കാര്യമൊക്കെ പറയണോ, പിന്നെ ഈ പിള്ളേരുടെ കാര്യം പറയണോ, രക്തത്താഴ്ചകൾ. സ്വത്രം എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മുടെ ചർച്ചിലൊക്കെ യൂത്ത് ചർച്ച് തുടങ്ങണം, യൂത്ത് ചർച്ചുകൾ. സ്വത്രം ഞാൻ പറഞ്ഞില്ല, ഞാൻ കൽക്കട്ട ഈ ചർച്ചിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട് കേട്ടോ. ആ ചർച്ചിലേക്ക് പിള്ളേർ കയറാൻ നല്ലോടല്ല. ആരും പോയിട്ടുണ്ടോ കൽക്കട്ട ഈ ചർച്ചിൽ? അവിടേക്ക് പിള്ളേരെ കേട്ടത്തില്ല. രക്തത്താഴ്ച അപ്പനമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. സ്വത്രം കൊച്ചു പിള്ളേരാണെങ്കിൽ അവർക്ക് അവിടെ ആയന്മാരെ കൊണ്ട് അങ്ങോട്ട് കയറ്റി വിട്ടേക്കാം. സ്വത്രം ഈ 12 വയസ്സ് മുതൽ പിള്ളേർക്കൊക്കെ സ്പെഷ്യൽ ചർച്ച് ഉണ്ട് അവിടെ തന്നെ. അപ്പനമ്മയ്ക്കൊക്കെ വന്ന് ഫ്രീ ആയിട്ട് കൈയൊക്കെ അടിച്ച് ആരാധിച്ച് രക്തം ചെയ്യും, ഗ്ലോറിയൊക്കെ അടിച്ച് എന്നാ സന്തോഷമാണെന്നറിയോ. നമ്മുടെയൊക്കെ ആ തലത്തിലേക്ക് ഒന്ന് കയറട്ടെ. രക്തം വചനം ചെയ്യും. ഒരു നല്ല ശ്രോത്രം പറ. നിങ്ങൾക്ക് ആർക്കൊരു സന്തോഷമില്ലല്ലോ. ഞാൻ ദുർദേശം പറയുന്നത് പോലെ ഒരു നല്ല ഹല്ലേലൂയ പറ. അപ്പൊ ആരാണ് ജഡികൻ? രക്ഷിക്കപ്പെട്ടിട്ടും വളർച്ച പ്രാപിക്കാത്ത വിശ്വാസി. അപ്പൊ സഭയ്ക്കകത്ത് ആരൊക്കെയുണ്ട്? സഭയ്ക്കകത്ത് ആത്മീയന്മാരും ഉണ്ട്, സഭയ്ക്കകത്ത് ജഡികന്മാരും ഉണ്ട്. സഭയ്ക്ക് പുറത്തുള്ളവന്റെ പേരാണ് പ്രാകൃത മനുഷ്യൻ. ഒറ്റ കാര്യമുള്ളൂ, ആത്മാവില്ലാത്തവൻ അല്ലേ. അപ്പൊ സഭയ്ക്ക് പുറത്തുള്ളവൻ പ്രാകൃതനാണ്. സഭയ്ക്കകത്ത് 2 കൂട്ടരുണ്ട്. ആരൊക്കെയാ? ഒന്ന് ആത്മികന്മാരും, 2 ജഡികന്മാരും. ജഡികന്മാരുടെ പ്രത്യേകത പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു, ഇപ്പോഴും പാലും കുടിച്ചുകൊണ്ട് കിടക്കുക, രക്തത്താഴ്ചകം. അതുകൊണ്ട് പൗലോസ് പറയുന്നേ, പക്വത പ്രാപിച്ച ജനത്തിനിടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസംഗിക്കുന്നു അല്ലേ. സ്വത്രം അതിൽ കൂടുതലൊക്കെ പറഞ്ഞ വലിയ കാര്യമൊന്നും ഇല്ല. സ്വത്രം അവർക്ക് ഗോലിയാത്തും ദാവീദൊക്കെ മതി, എൻ്റെ കൂടെ നിങ്ങളില്ല. അവർക്ക് മോശയും ഏലിയ അവർ തൃപ്തരാണെന്ന്. മോശയിലും ഏലിയും ഒക്കെ കേട്ട് ഗോലിയാത്തും ദാവീദിനും കഥയെ കേട്ട് അവർ തൃപ്തരാ. എന്നിട്ട് പൗലോസ് പറയുന്നു, സ്വത്രം പക്വത പ്രാപിച്ച ജ്ഞാനം പ്രാപിച്ച ജനമേ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു? ജ്ഞാനം പ്രസംഗിക്കുന്നു. സ്വത്രം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. 6-ാമത്തെ വാക്യം, അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. അപ്പൊ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ജ്ഞാനത്തെ തരാമെന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന ജ്ഞാനം ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. പിന്നെ ഇത് ജ്ഞാനമാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് അല്ലെ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മെ ക്രിസ്തുവേശുവിൽ കണ്ടിട്ട്, ആമേൻ. നോക്കിക്കേ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മെ ക്രിസ്തുവേശുവിൽ കണ്ടു. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മൾ എവിടെ മറഞ്ഞിരുന്നു? നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നു. ചേർന്ന് ഹല്ലേലൂയ പറ. അപ്പൊ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മെ ക്രിസ്തുവേശുവിൽ കണ്ടിട്ട് നമ്മുടെ തേജസ്സിനായി, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ തേജസ്സിനെ മടക്കി തരാൻ. ഏദൻ തോട്ടത്തിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ തേജസ് അല്ലേ. ആരുടെ മേൽ? ആദാമിന് മേൽ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. ആദാമിന്റെ കണ്ണുകളിൽ, ആദാമിന്റെ ചെവിയിൽ, ആദാമിന്റെ കയ്യിൽ ഒക്കെ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയരെ, ആദാമിന്റെ കണ്ണിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ നോക്കി കാണുന്നത് പോലെ ആദാം ദൈവത്തെ നോക്കിക്കണ്ടു. ആദാമിന്റെ ചെവിയിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ ആദാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ആദാമിന്റെ കൈകളിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നപ്പോൾ സകലത്തെ മടക്കിവാടാൻ ആദാമിന് അധികാരമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ, ആദാമിന്റെ കണ്ണിൽ നിന്നും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ആദാമിന് ദൈവത്തെ നോക്കാൻ ഭയമായി. ആദാമിന്റെ ചെവിയിൽ നിന്നും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവ ശബ്ദം കേൾക്കുന്നത് ആദാമിന് ഭയമായി. ആദാമിന്റെ കയ്യിൽ നിന്നും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ആദാമിന്റെ അധികാരം നഷ്ടപ്പെട്ടു. ഇവിടെ ദൈവാത്മ പറയുന്നു, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ തേജസ്സിനെ മടക്കിത്തരാൻ മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. ആ ജ്ഞാനം ഏതാ? ആ ജ്ഞാനം ക്രിസ്തുവാണ്. രക്തം ചെയ്യും. അപ്പൊ നോക്കിക്കേ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ച ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിന്റെ പേരാണ് ക്രിസ്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും എന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാകും. അതുകൊണ്ട് കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന് 26, 27, 28 വാക്യങ്ങളാ. ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം എന്ന് പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്നും വാക്യം പറയാം, അവരോട് ജാതിയിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ അല്ലെ, ഈ മർമ്മം അറിയിപ്പാൻ, ഈ വെളിപ്പാട് പറയാൻ, ഈ മിസ്റ്ററി വെളിപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടമായി. അതല്ലേ പൗലോസ് പറയുന്നത്, എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു, എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു. എന്താണ് മർമ്മം? പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോയത് എനിക്ക് വെളിപ്പെട്ടു. നമ്മൾ വായിച്ച വചനത്തിൽ വായിക്കുന്നു, അവരോട് ജാതിയിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് ഇഷ്ടമുള്ളൊരു രഹസ്യം എന്തെന്നറിയാമോ? ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു.
എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വാക്യം അങ്ങനെയല്ലേ? ഈ അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ദൂതുണ്ട് കേട്ടോ. ദൈവം പറയുന്ന ദൂതുണ്ട് കേട്ടോ. ദൈവം ഇഷ്ടപ്പെടുന്ന ദൂത്, കുഞ്ഞെ, ക്രിസ്തു നിന്റെ അകത്തുണ്ട്. ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. ദൈവത്തിന് ഇഷ്ടമുള്ള ദൂത് ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ക്രിസ്തു പർവ്വതത്തിലല്ല, ക്രിസ്തു മുൾപ്പടപ്പിന്റെ ചുവട്ടിലല്ല, ക്രിസ്തു നമ്മുടെ അകത്ത്. യേശുവിന്റെ കർമ്മവാദത്തിൽ പ്രമാദത്തിൽ അവൻ സുഗന്ധവർഗ്ഗങ്ങൾ പൂശുവാൻ വേണ്ടി പോയ മൂന്ന് സഹോദരന്മാർ അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച, കല്ലുടെ കല്ല് മാറിയിരിക്കുന്നു. ദുഃഖത്തോടെ കല്ലറയ്ക്കകത്തേക്ക് അവർ നോക്കുമ്പോൾ ഒരു ദൂതൻ പറയുന്നു, സ്ത്രീകളെ, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവിടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല. ദൂതൻ പറയുന്നു, അവൻ എവിടെയില്ല. ദൂതൻ പറയുന്നു, അവൻ കല്ലറയ്ക്കകത്തില്ല. ജീവിച്ചിരിക്കുന്ന എന്തിനാ ഇവിടെ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല. ദൂതൻ പറയുമ്പോൾ ഇന്ന് പകൽ സഭ പറയണം, അവൻ കല്ലറയ്ക്കകത്തില്ല, മറിച്ച് യേശു ഞങ്ങളുടെ അകത്തുണ്ട്. യേശു ഞങ്ങളുടെ അകത്തുണ്ട്. തേജസ് വാരി ചുറ്റിയ ക്രിസ്തു ഞങ്ങളുടെ അകത്തുണ്ടെന്ന്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. Come on! എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഓ റാബാ ബാബാ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവേശു അല്ലേ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവേശു ഞങ്ങളുടെ അകത്തുണ്ട്. സ്തോത്രം. പൗലോസ് പറയുന്നത്, സ്തോത്രം, ഈ മർമ്മം ഞങ്ങൾ അറിയിക്കുന്നത് ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റാൻ. ഇന്ന് പകൽ സ്തോത്രം, നിങ്ങൾ തികഞ്ഞവരായി മാറുന്ന ഒറ്റ വെളിപ്പാട് ക്രിസ്തുവിന്റെ അകത്തുണ്ട്. ക്രിസ്തുവിന്റെ അകത്തുണ്ടെന്നുള്ള വെളിപ്പാട് പ്രാപിച്ചവൻ. അടുത്ത വാക്യം വായിക്കുന്നത്, സ്തോത്രം, ആമേൻ. ക്രിസ്തുവിന്റെ അകത്തുണ്ടെന്നുള്ള വെളിപ്പാട് പ്രാപിച്ചവൻ അവൻ തികഞ്ഞവനാ. അവൻ കാറ്റിനാൽ ആടി ഉലയുന്നവനല്ല. അവൻ പ്രശ്നത്തിൽ വീണു പോണവനല്ല, അല്ലേ? സ്തോത്രം. ആമേൻ. തികഞ്ഞ നിർത്തേണ്ടതിനും, അല്ലേ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതും മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനും ഏതും മനുഷ്യനെയും പ്രബോധിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽ പരിശുദ്ധം പറയുന്നു, ഈ വെളിപ്പാട് നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങൾ തികഞ്ഞവരായി മാറും. നിങ്ങൾ ആടി ഉലയത്തില്ല, നിങ്ങൾ ആടി ഉലയത്തില്ല, നിങ്ങൾ വീണു പോകത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രക്തം, വചനം, ജയം. അപ്പൊ ജ്ഞാനം എന്ന വാക്കുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെയാണ്. നിങ്ങൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടുമെന്ന് വെച്ചാൽ അർത്ഥം, നിങ്ങൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ക്രിസ്തു എവിടെയാകും? നിങ്ങളുടെ ഉള്ളിൽ ആകും. അതുകൊണ്ട് 6-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, സ്തോത്രം, എന്നാൽ പക്വത പ്രാപിച്ച ജനത്തിന്റെ ഇടയിൽ ഞങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു? ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ജ്ഞാനം പ്രസംഗിക്കുന്നു, ജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസ് പറയുന്നുണ്ടല്ലോ, മരിച്ചവരുടെ കൈവപ്പ്, അല്ല, മരിച്ചവരുടെ പുനരുത്ഥാനം, കൈവപ്പ്, സ്നാനം, മാനസാന്തരം, ഈ ഉപദേശങ്ങൾ പിന്നെയും ഇടാതെ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക, അല്ലേ? പൗലോസ് പറയുന്ന മറ്റൊരു വാക്യമുണ്ട്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ, അതായത് ക്രിസ്തുവിനെ പറ്റി കൂടുതലായിട്ട് അറിയുവാൻ കഴിയുന്ന ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിക്കേണ്ടതിന്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ മുഴുവൻ പ്രസംഗങ്ങളും നമ്മുടെ മുഴുവൻ ജീവിതം ക്രിസ്തുവിൽ അവസാനിക്കുക, ക്രിസ്തുവിൽ അവസാനിക്കുക. ഞാൻ ചോദിച്ചു, ക്രിസ്തുവിന് അപ്പുറത്ത് വല്ലതും ഉണ്ടോ? യേശുവിന്റെ അപ്പുറത്ത് വല്ലതും ഉണ്ടോ? എൻ്റെ കൂടെ നിങ്ങളില്ല. ഉണ്ട്. ക്രിസ്തുവിന് അപ്പുറത്തുണ്ട്. പ്രിയരെ, പിതാവാ. യേശു എന്തിനാ വന്നേ? പിതാവിനെ വെളിപ്പെടുത്താൻ. എൻ്റെ കൂടെ നിങ്ങളില്ല. യേശു എന്തിനാ വന്നേ? പിതാവിനെ വെളിപ്പെടുത്താൻ, അല്ലേ? യേശു പറഞ്ഞു, എന്റെ ദേഹം എന്ന തിരശ്ശീല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിന്തി ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. അപ്പൊ ക്രിസ്തു ആഗ്രഹിക്കുന്നു നിങ്ങൾ പിതാവിന്റെ സ്നേഹം അനുഭവിക്കണം. എന്റെ പ്രിയരെ, നരകം കാട്ടിയല്ല നമ്മൾ ജനത്തെ സഭയിലേക്ക് കൊണ്ടുവരേണ്ടത്. യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി വേണം. നമ്മളൊക്കെ പ്രസംഗങ്ങൾ പോലും മനുഷ്യരെ പേടിപ്പിച്ച് കളയുക. നരകമുണ്ടെന്നും അവിടെ പുഴുണ്ടെന്നും ഇതൊക്കെ കേട്ട് പേടിച്ച് വരും. കുറച്ച് പേര് മനസ്സിലാക്കുന്നത് ചുമ്മാ തോന്നും, അതാ പിന്മാറി പോണേ. നരകം കേട്ട് വന്നവര് പറയാം, അതിനൊക്കെ വലിയ നരകവാ നമ്മുടെ സഭ, അതിനൊക്കെ വലിയ പുഴുക്കളാ ഇതിനകത്തൊക്കെ, അല്ലെ? നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പലരും പിന്മാറിപ്പോകും. യഥാർത്ഥമായി ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞു വന്നവർ എൻ്റെ കൂടെ നിങ്ങളില്ല. യേശു പറഞ്ഞ എന്നാ, നിങ്ങൾ എന്നെ ഉയർത്തിയാൽ സകലരെയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കാം. യേശു തന്റെ ക്രൂശമരണത്തെ പറ്റി പറഞ്ഞെങ്ങനെയാണ്? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തണം, അല്ലെ? അപ്പൊ യേശുവിന്റെ ക്രൂശമരണത്തെ പറ്റി യേശു പറഞ്ഞ നിഴൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പം. അപ്പൊ ഈ പിച്ചള സർപ്പവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്താ? മോശ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി. എന്തിനാ ഉയർത്തിയേ? മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്നവർ ജീവൻ പ്രാപിക്കാൻ.
ദൈവം പറയുന്നു കടിയേൽക്കുന്ന എന്ത് നോക്കണം? പിച്ചള സർപ്പത്തെ നോക്കണം. യേശു പറയുന്നു അതുപോലെ മനുഷ്യപുത്രനെയും. ഞാൻ രണ്ട് ഭാഗം കാണിക്കാം. ഒന്ന് പിച്ചള സർപ്പം, രണ്ട് ക്രിസ്തു. തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് നിഴൽ? മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തിന്റെ പ്രത്യേകത, അതിന് സർപ്പത്തിന്റെ രൂപം മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്തില്ല? വിഷമില്ല. വിഷമുണ്ടോ? വിഷമില്ല. അതുപോലെ യേശു ക്രൂശിൽ കിടക്കുന്നു. ഏത് രൂപത്തിൽ? പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. എന്റെ കുടില്ല. മോശ ഉണ്ടാക്കിയ സർപ്പത്തിന്റെ രൂപമുണ്ട്, പക്ഷെ അകത്ത് എന്തില്ല? വിഷമില്ല. അതുപോലെ യേശു ക്രൂശിൽ കിടക്കുന്നു. പാപജഡത്തിന്റെ സാദൃശ്യം. ഏത് സാദൃശ്യം? മനുഷ്യന്റെ ശരീരം എന്താ? പാപജഡമാ അല്ലെ? ഈ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ആര് കിടക്കുന്നു? യേശു ക്രൂശിൽ കിടക്കുന്നു. പക്ഷെ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിനകത്ത് വിഷമില്ലാത്തതുപോലെ ക്രിസ്തുവിൽ എന്തില്ല? ക്രിസ്തുവിൽ പാപമില്ല. ഓ, നിങ്ങൾക്ക് സന്തോഷമില്ല? പാപമില്ലാത്ത പാപജഡത്തിന്റെ സാദൃശ്യമുള്ള ശരീരം. ഹലോ, യേശു ക്രൂശിൽ കിടന്ന് പറയുക, നിങ്ങൾ എന്നെ ഉയർത്തിയാൽ സകലരെയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കാം. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, യേശുവിനെ ഉയർത്തുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രക്തം വചനം ചെയ്യാം. അപ്പൊ പൗലോസ് പറയുന്നു, എന്നാൽ തികഞ്ഞ ജനത്തിനിടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസംഗിക്കുന്നു. പക്ഷേ അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മെ ക്രിസ്തുയേശുവിൽ കണ്ടിട്ട് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും അപ്പോൾ തന്നെ ഈ ജ്ഞാനം എന്തായിരുന്നു? ക്രിസ്തു മറവായിരുന്നു. മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ. ദൈവത്തിന്റെ ജ്ഞാനം ഇതെവിടെ മറവായിരുന്നു? പഴയ നിയമത്തിൽ മറവായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് എബ്രായർ 1-ാമത്തെ വാക്യം, ദൈവം പണ്ട് ഭാഗമായിട്ട് വിധമായിട്ടും പ്രവാചകന്മാർ നിമിത്തമായിട്ട് പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ പുത്രൻ നിമിത്തമായി നമ്മളോട് അരുളി ചെയ്തു. അപ്പൊ പിതാക്കന്മാർ ദൈവത്തെ പറ്റി കേട്ടു. എങ്ങനെ കേട്ടു? പ്രവാചകന്മാരിൽ കൂടെ. എന്താ പ്രവാചകന്റെ കുഴപ്പം? യേശു ദൈവത്തെ ആര് പറഞ്ഞാലും കണ്ടിട്ടില്ല. പ്രവാചകൻ കണ്ടോ? ഇല്ല. കേട്ടു. എങ്ങനെ? പൂർണ്ണമായിട്ടാണോ? ഭാഗമായിട്ട് അല്ലെ? ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാരിൽ കൂടെ പിതാക്കന്മാരോട് അരുളി ചെയ്തു. അപ്പൊ പിതാക്കന്മാർ, പഴയ നിയമത്തിലെ പിതാക്കന്മാർ ദൈവത്തെ പറ്റി കേട്ടു, പ്രവാചകന്മാരിൽ കൂടെ. പൂർണ്ണമല്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഈ അന്ത്യകാലഘട്ടത്തിൽ പുത്രൻ മുഖാന്തരം. ഇതേത് കാലഘട്ടമാ? അന്ത്യകാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം. അന്ത്യകാലഘട്ടത്തിൽ സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഞാൻ കഴിഞ്ഞ ആഴ്ച മുമ്പ് റിട്ടയർമെന്റ് മീറ്റിംഗ് പോയപ്പോൾ ഒരു ആന്റി വന്ന് കരഞ്ഞു പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പിടിച്ചു, എന്ത് പറ്റി? പക്ഷേ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കും പാസ്റ്റർ. എന്ത് പറ്റി? പക്ഷേ അവിടെ SLC പരീക്ഷയാണ്, പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഇവരങ്ങ് വിറക്കുക, ഇവരങ്ങ് കരയുക, ഇവരങ്ങ് ആവലാതിപ്പെടുക. എനിക്ക് ഒരു ഭാഗത്ത് അഭിമാനം തോന്നി. കാര്യം കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ ഓർത്ത് ഇവർക്ക് ഇത്രയും വേദനയുണ്ടല്ലോ. ഉടനെ എൻ്റെ അടുത്ത ചോദ്യം, ആൻറ്റി നിങ്ങളുടെ കുഞ്ഞ് സ്നാനപ്പെട്ടതാണോ? ഇല്ല. കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചതാണോ? ഇല്ല. എൻ്റെ ആൻറ്റി, ഇന്ന് കർത്താവ് വന്നാൽ നിന്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായി മാറും? നമുക്ക് ആവലാതി നമ്മുടെ മക്കളെ പറ്റി, അവരുടെ എഡ്യൂക്കേഷൻ നമുക്ക് ആവലാതിയാ അല്ലേ? അയ്യോ, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം, A+ കിട്ടണം. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ആവലാതി കൊണ്ട് എൻ്റെ തലമുറ അഭിഷേകം പ്രാപിക്കണം? നിങ്ങൾ പറയാറുണ്ടോ, മോനെ അഭിഷേകം പ്രാപിക്കടാ, അഭിഷേകം പ്രാപിക്കാൻ കൊതിക്ക്? നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധ പറയുന്നു, ആത്മ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉത്സാഹിപ്പിക്കുക, അവർ അഭിഷേകം പ്രാപിക്കാൻ ഉത്സാഹിപ്പിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഈ ശുശ്രൂഷയിലൊക്കെ വന്നപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം ഈ എല്ലാ പാസ്റ്റർമാരും ഒക്കെ സാക്ഷ്യം പറയും. ഈ മെസ്സേജ് പകുതി സാക്ഷ്യത്തിൽ കൂടെ ജനത്തെ വീഴിക്കും. കാര്യം സാക്ഷ്യം പറയുമ്പോൾ തന്നെ ചില പാസ്റ്റർമാർക്ക് സാക്ഷ്യം പറയുമ്പോൾ തന്നെ കളം ഒരുങ്ങി വന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. കർത്താവേ, എനിക്കൊരു സാക്ഷ്യം പറയാൻ ഒന്നുമില്ലോ. കാര്യം എൻ്റെ സാക്ഷ്യം കേട്ടാൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും, ഒരു ഇഷ്ടവും തോന്നത്തില്ല, ഒരു സ്വതന്ത്രം പോലും വരത്തില്ല. ഞാൻ എൻ്റെ സാക്ഷ്യം പറയട്ടെ. ജനിച്ചത് വളർന്നത് പെന്തക്കോസ് വീട്ടില്ല. പെന്തക്കോസ് മാത്രമേ പോയിട്ടുള്ളൂ. ഗുമ്മുണ്ടോ? ഒരു ഗുമ്മൊക്കെ വരണമെങ്കിൽ ഒരു 14 കേസ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പണിട്ട് 2 കൊടുത്തതാണ്. ജനമൊക്കെ ഇങ്ങനെ, ഞങ്ങൾക്കൊന്നും ഒരു ഗമയില്ല, ഒരു ഗുമ്മുമില്ല, രക്തത്താൽ ചെയ്യുക. സ്തോത്രം. പെന്തക്കോസ് മാത്രമേ പോയിട്ടുള്ളൂ, പെന്തക്കോസ് മാത്രമേ അറിയത്തുള്ളൂ. 4 പഠിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചു. ഒരു ഉള്ള ഗുമ്മം കൂടെ പോയി. ഇവനൊക്കെ എന്നതല്ലേ, ഇവനൊക്കെ ഒരു സ്വതന്ത്രം. അപ്പോൾ ഞാൻ കർത്താവേ, ഒരു 5-6 കേസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗുമ്മായിരുന്നു. രക്തത്താൽ ചെയ്യോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുന്നു, നിങ്ങളുടെ തലമുറയപ്പോൾ നിങ്ങൾക്കൊരു ഭാരമുണ്ടാകണം. അത് നമുക്ക് സന്തോഷമുണ്ട്. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്ക് ഒരിക്കലും ഒരു പാസ്റ്റർ ആൻറ്റി അറിയാം, ഒരു പാസ്റ്റർ ഫാമിലിയും. അവർ പറഞ്ഞ കാര്യമാണ് സ്തോത്രം. അവർ മോന് സൈക്കിൾ വേണം, ഒരു സൈക്കിൾ വേണം സ്തോത്രം. അവൻ സൈക്കിൾ വെച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ പോയി പ്രാർത്ഥിക്ക്. 3 ദിവസം പ്രാർത്ഥിപ്പിച്ചു. സൈക്കിൾ മേടിക്കാൻ വേണ്ടി പൈസ ഈ സിസ്റ്ററെ ബ്രദർ കൊടുത്തിട്ടുണ്ട്, കൈ കൊടുത്തിട്ട് പറഞ്ഞില്ല. പാസ്റ്റർ പറഞ്ഞു, എടി കൊടുക്കടി, മതിയടി. അവൻ 3 ദിവസം പ്രാർത്ഥിച്ചപ്പിന്നെയാ പൈസ കൊടുത്തേ. അപ്പോൾ അവന് മനസ്സിലായി പ്രാർത്ഥിക്കാതെ കിട്ടത്തില്ല. നമ്മുടെ മക്കൾക്കറിയാം, ഒന്നും വേണ്ട ചോദിച്ചാൽ കിട്ടും. അവിടെ അപ്പോൾ അന്നേരം കൊടുക്കത്തില്ലേ? മൊബൈൽ ഫോൺ അന്നേരം മേടിച്ച് കൊടുക്കത്തില്ലേ? കൊടുക്കണം. ഒരു 3 ദിവസം പ്രാർത്ഥിപ്പിക്കണം. ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകണം, പ്രാർത്ഥിക്കാതെ ഒന്നും നേടാൻ പറ്റത്തില്ല. ഒരു നല്ല ശ്രോത്രം പറഞ്ഞാട്ടെ. നമ്മളൊക്കെ വളർത്തി വല്ലാതെ ആക്കി രക്തത്താഴ്ചകം. കാര്യം നമുക്കെന്താ ഭയങ്കര ഇഷ്ടമല്ല മക്കളോട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടെ എന്താ പറ്റിയേ? ഇപ്പൊ സഭയ്ക്കകത്ത് അഭിഷേകമില്ല. പിന്നെ പെമ്പിള്ളേരൊക്കെ കൊച്ചിലേക്ക് അമ്മമാരൊക്കെ കണ്ട് തല തുണിയൊക്കെ അടിച്ച് കയറി എങ്ങനെയൊക്കെ പിടിച്ച് അഭിഷേകം പ്രാപിച്ചു. ഈ ആമ്പിള്ളേരൊക്കെ ഈ അപ്പന്മാരൊക്കെ കണ്ട് എൻ്റെ കൂടെ ഇല്ല. ഞാൻ കഴിഞ്ഞ വർഷം പെരുമ്പാവൂർ IPCയിൽ എന്നെ വിളിച്ചു. വിഷയം ഇതാ, മക്കളൊക്കെ അഭിഷേകം പ്രാപിക്കണം. ശ്രോത്രം, ഞാൻ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ പൊന്നു പാസ്റ്ററെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഈ അപ്പച്ചമ്മ ഈ സഹോദരന്മാർ കുറഞ്ഞത് കൈയെങ്കിലും അടിക്ക്. ഒരു കൈ കെട്ടിരിക്കുക, അഭിഷേകം പ്രാപിക്കടാ. ഇവന്മാർ ഈ ആമ്പിള്ളേർ ആരെയാണ് കാണും നോക്കുന്നേ? അപ്പന്മാരെ നോക്കുന്നത് അല്ലേ? അപ്പന്മാർക്ക് അഭിഷേകം ഉണ്ടോ? അവർ കൈയും കെട്ടി മസിൽ പിടിച്ച് ഇരിക്കുക. പിന്നെ പെമ്പിള്ളേരൊക്കെ അമ്മമാരെ നോക്കുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ട് കയറി എങ്ങനെയൊക്കെ അഭിഷേകം പ്രാപിച്ച്. ഈ പണ്ടൊക്കെ പെന്തക്കോസിനകത്ത് അഭിഷേകം ഇല്ലാത്തവൻ ഒറ്റപ്പെടും. കാര്യം 100 പേരുണ്ടെങ്കിൽ 99 അഭിഷേകം പ്രാപിച്ചു വരാം. അവൻ ഒറ്റപ്പെടും. കാര്യം അവന് പേടിയാ. പിന്നെ അവൻ കുത്തിയിരുന്ന് അവൻ ജനം വട്ടത്തി അവൻ ഇരുത്തി പ്രാർത്ഥിപ്പിച്ച് അന്ന് അഭിഷേകം പ്രാപിച്ചിട്ട് ആ മീറ്റിംഗ് അവസാനിപ്പിക്കത്തുള്ളൂ. ഇന്ന് നേരെ തിരിച്ചാ, അഭിഷേകമുള്ളവൻ ഒറ്റ ഒരുത്തൻ. ഒച്ചക്ക് അന്യഭാഷ പറഞ്ഞാൽ എല്ലാവരും നോക്കും. ഒന്ന് തുള്ളിയാൽ അവനെ. ഇപ്പൊ അഭിഷേകമുള്ളവൻ സഭയ്ക്കകത്ത് ഒറ്റപ്പെടും. നിങ്ങളാരും മിണ്ടുന്നില്ല. എല്ലാവരും പറയും, പാസ്റ്റർ നിങ്ങളുടെ ആരുടെയും കാര്യമില്ല. ഞാൻ കോട്ടയത്ത് പറയാം. ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യം ഇവിടുത്തെ കാര്യം പറയുന്നത്. മുഴുവൻ തൂത് ഇവിടുത്തെ തൂതാ. നാളെ വിളിച്ചില്ല നിർബന്ധമൊന്നുമില്ല. ഒരു നല്ല ശോധം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നമുക്കൊരു ഭാരമുണ്ടാകട്ടെ. നമുക്കൊരു ഭാരമുണ്ടാകട്ടെ. നമുക്കൊരു ആത്മാവിനെ പറ്റി ഒരു ഭാരമുണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ പറ്റി നമുക്കൊരു ഭാരമുണ്ടാകട്ടെ. നമുക്ക് നമ്മുടെ ആത്മാവിനെ പറ്റി ഒരു ഭാരമുണ്ടാകട്ടെ. നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയെ പറ്റി നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകട്ടെ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര പേർക്ക് ഇന്ന് പകൽ നിങ്ങളുടെ ആത്മാവിനെ പറ്റി ബോധമുണ്ട്? ഇന്ന് പകൽ നിങ്ങളുടെ ആത്മാവിനെ ദൈവം തിരികെ ചോദിച്ചാൽ എത്ര പേര് തൻ്റെ ഇടത്തോട് പറയും, എൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ മറയുമെന്ന്? എൻ്റെ ആഗ്രഹം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ പറ്റി ഒരു ബോധമുണ്ടാകണം. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം, മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. ഈ മറവിനെ ഒന്നും കൂടെ പൗലോസ് ആഴമായിട്ട് വെളിപ്പെടുത്തുന്നു. അതിന്റെ 8ാമത്തെ വാക്യം, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അത് ഈ ലോകത്തിന്റെ ഒരു പ്രഭുക്കന്മാരും അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ല? യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് ഈ ലോകത്തിന്റെ ഒരു പ്രഭുക്കന്മാരും അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ യേശു ദൈവമാണെന്നും യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും വെളിപ്പെടുത്തിയ ഏക പുസ്തകം ദൈവത്തിന്റെ വചനമാണ്. പ്രജാപതി ഒന്ന് ക്രിസ്തുവല്ല പ്രിയരേ. സ്തോത്രം. കാര്യം യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തിയ ഏക പുസ്തകം ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഇതൊരു മതഗ്രന്ഥമല്ല, ഇതിന് ജീവനുണ്ട്. എത്ര പേർക്ക് ദൈവവചനത്തിന്റെ ജീവൻ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് അല്ലെ? ദൈവം സ്തോത്രം. അതി ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും പറഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ കർത്താവിനെ അവർ ക്രൂശിക്കത്തില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാ ക്രിസ്തുവിനെ ക്രൂശിച്ചത്? ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് ആർക്ക് മനസ്സിലായില്ല? ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ആർക്കും മനസ്സിലായില്ല. എന്നിട്ട് ആ മറവിനെ ഒന്നും കൂടെ ദൈവം ആഴമായിട്ട് വെളിപ്പെടുത്തുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് ഈ വാക്യം കാണാപ്പാടമാ അല്ലേ? അറിയത്തില്ലേ? ഒന്ന് പറഞ്ഞേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 9ാമത്തെ വാക്യം കാണാതെ അറിയാൻ വയ്യാത്ത ഒറ്റ പെന്തക്കോസുകാരില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാ 10ാമത്തെ വാക്യം കാണാൻ അറിയാവോ? കാണാതെ അറിയാവോ? നോക്കി വായിച്ചോ 10ാം വാക്യം കൂടെ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആർക്ക് വെളിപ്പെടുത്തി? പൗലോസ് പറയാം, നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. അപ്പൊ 9ാമത്തെ വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. ആരുടെ കാര്യമാ? മനസ്സിലായില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ ഹൃദയത്തിൽ. 10ാം വാക്യം, നമുക്കോ ദൈവത്തിന്റെ ആത്മാവിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അപ്പൊ ആർക്ക് മറവായിരുന്നു? 9ാം വാക്യം,
ദൈവം തന്നെ സ്നേഹിക്കുന്നു. അതാരുടെ കാര്യമാ? നമ്മുടെ കാര്യമാണോ? ഓ, ഞാൻ ആകെപ്പെടെ കുഴപ്പിക്കുക. 10-ാം വാക്യം പറഞ്ഞു നമുക്കോ ദൈവം തന്നെ ആത്മാവിൽ വെളിപ്പെടുത്തി. നമുക്ക് എന്താണ്? മറവല്ല, നമുക്ക് വെളിപ്പെടുത്തിയില്ലേ? അപ്പൊ 9-ാം വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. ആരുടെ കാര്യമാ? നമ്മുടെ കാര്യമാണോ? നമ്മുടെ കാര്യമല്ല. ആ 9-ാമത്തെ വാക്യം ഒരു ബ്രാക്കറ്റ് വാക്യമല്ലേ? 2 സെമിക്കോളൻ ഇല്ലേ? ഉണ്ട്. ഈ പുതിയ നിയമത്തിലെ ഈ ബ്രാക്കറ്റ് വാക്യം എവിടുത്തെ വാക്യമാ? ഇത് എവിടുത്തെ വാക്യമാ? പഴയ നിയമത്തിലെ വാക്യത്തെ പൗരസതിയ കടമെടുത്ത് സന്തോഷമാണോ? നിങ്ങളുടെ മെമ്മറി കാർഡ് ഫുള്ളായി പോയോ? ഇല്ലല്ലോ. ഒരു നല്ല ശോധന പറഞ്ഞാട്ടെ. ഈ 9-ാമത്തെ വാക്യം എവിടുത്തെ വചനമാ? പഴയ നിയമത്തിലെ യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഒരു പ്രവചനത്തെ പൗലോസ് കടമെടുത്ത് എഴുതിയിരിക്കുക. അതായത് ദൈവം സ്നേഹിച്ച പഴയ നിയമ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ളത് അവിടെ കണ്ണ് കണ്ടിട്ടില്ല, അവിടെ ചെവി കേൾക്കാതിരുന്നപ്പോൾ, അവരുടെ ഹൃദയത്തിൽ തോന്നാതിരുന്നപ്പോൾ 10-ാമത്തെ വാക്യം പൗലോസ് പറയുന്നു നമുക്കോ. ഹലോ, റൈറ്റ്? അതല്ലേ ശരി? ദുരുപദേശമാണോ? വ്യാഖ്യാനം തെറ്റാണോ? അതല്ലേ ശരി? നമുക്കോ ദൈവം തന്റെ ആത്മാവിൽ വെളിപ്പെടുത്തി. നമ്മൾ ഈ 9-ാമത്തെ വാക്യത്തിൽ എടുത്ത് എത്ര ആമേൻ ഭൗതികവൽക്കരിച്ചല്ലേ? നമുക്ക് കിട്ടാൻ പോകുന്ന വണ്ടി, അവന്റെ കണ്ണ് കാണാത്തത്, അവന്റെ ചെവി കേൾക്കാത്ത നന്മ നമുക്ക് കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 9-ാമത്തെ വാക്യത്തെ ഭൗതികവൽക്കരിച്ച് ഹലോ കേട്ടിട്ടില്ലേ? അല്ലെ? അവൻ കാണാത്തത് നിന്റെ കൂട്ടുകാരൻ കാണാത്ത എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് 9-ാമത്തെ വാക്യത്തെ ഭൗതികവൽക്കരിക്കുമ്പോൾ ഇത് ഭൗതിക വിഷയത്തിന്റെ കാര്യമല്ല പറയുന്നേ. അതായത് ദൈവം സ്നേഹിച്ച പഴയ നിയമ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ക്രിസ്തുവിനെ. നമ്മുടെ പഴയ നിയമത്തിൽ ഒരു ഭാഗമുണ്ടല്ലോ, ഇസ്രായേൽ മക്കൾ കനാൻദേശം ഉറ്റുനോക്കാൻ പോയിട്ട് വരുമ്പോൾ അല്ലെ, ഒരു മുന്തിരിക്കളെ ചുമന്നു വിടും. നമ്മുടെ പിതാക്കന്മാർക്ക് പറഞ്ഞിട്ടില്ലേ, മുന്തിരി ക്രിസ്തു അല്ലെ? മുന്തിരി ക്രിസ്തു. സ്തോത്രം. മുമ്പിൽ നടക്കുന്നവൻ പഴയ നിയമ വിശ്വാസി, പുറകിൽ നടക്കുന്നവൻ കേട്ടിട്ടില്ലേ? സ്തോത്രം. മുമ്പിൽ പോണവൻ പറയുന്നു ഞങ്ങൾക്കറിയാം പിന്നിൽ ആര് വരുന്നുണ്ട്, ഒരു മുന്തിരി വരുന്നുണ്ട് അല്ലേ? സ്തോത്രം. നമ്മൾ ഇസ്രാക്കുമായിട്ട് യാഗത്തിന് പോയ അബ്രഹാം, സ്തോത്രം, ആമേൻ ആമേൻ, ബാലമേൽ കത്തി വെക്കുമ്പോൾ ദൈവം പറയുന്നു അബ്രഹാമേ ബാലമേൽ കത്തി വെക്കരുത് അല്ലേ? അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ എന്ത് കണ്ടു? ആട്ടുംകുട്ടിയെ. അബ്രഹാം തലപൊക്കി എങ്ങോട്ടോ നോക്കിയേ? ഇടത്തോട്ടോ വലത്തോട്ടോ? ഹലോ, അബ്രഹാം തലപൊക്കി എങ്ങോട്ട് നോക്കിയേ? ഇടത്തോട്ട് നോക്കിയോ? വലത്തോട്ട് നോക്കിയോ? മുമ്പോട്ട് നോക്കിയോ? അബ്രഹാം അങ്ങോട്ട് നോക്കിയേ? തലപൊക്കി പുറകിൽ നോക്കിയപ്പോൾ പുറകിൽ ആര് കിടക്കുന്നു? ഒരാട്ടിൻകുട്ടി കിടക്കുന്നു. അർത്ഥം ആത്മാവ് പറയുന്നു അബ്രഹാമിന്റെ പുറകിലാണ് ആര് വരുന്നത്? ക്രിസ്തു വരുന്നത്. എന്റെ കൂടില്ല. അബ്രഹാം പറയുന്നു എന്റെ പിന്നിൽ ക്രിസ്തു വരും. ഈ ആട്ടിൻകുട്ടി ക്രിസ്തുവിന്റെ നിഴല. അതുകൊണ്ട് മുന്തിരിക്കൊല ചുമക്കുന്ന പഴയ നിയമ ഭക്തൻ പറയും ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങളുടെ പുറകിൽ ഒരു മുന്തിരി ഉണ്ട്. അവർക്ക് കാണാൻ പറ്റുമോ? അവർക്ക് അനുഭവിക്കാം, ഒരു വെയിറ്റ് അറിയാം. എന്നാൽ പുറകിൽ വരുന്നവൻ പഴയ നിയമ ഭക്തനാ. അവൻ കണ്ടുകൊണ്ടാ വരുന്നേ, അവൻ മുന്തിരിയെ കണ്ടുകൊണ്ടാ വരുന്നേ. അതാണ് പുതിയ നിയമ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ദൈവം സ്നേഹിച്ച പഴയ നിയമ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ക്രിസ്തുവിനെ അവരെ കണ്ണുകൊണ്ട് കണ്ടില്ല കേട്ടോ, അവരെ ചെവി കൊണ്ട് കേട്ടില്ല കേട്ടോ, അവരുടെ ഹൃദയത്തിൽ തോന്നാതിപ്പോൾ ആ ക്രിസ്തുവിനെ നമുക്കോ ദൈവം തന്റെ ആത്മാവിൽ വെളിപ്പെടുത്തി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പൊ ക്രിസ്തുവിനെ ആരാ വെളിപ്പെടുത്തിയേ? ആത്മാവാ വെളിപ്പെടുത്തിയേ. സന്തോഷമുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് ആരാണ്? നമുക്കോ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് പൗലോസ് 3-ാമത്തെ ഭാഗത്ത് കയറുക. ആത്മാവിനെ പറ്റി, പിതാവിനെ പറ്റി പറഞ്ഞു, പുത്രനെ പറ്റി പറഞ്ഞു, ആത്മാവിനെ പറ്റി പറയാ. ആത്മാവിനെ പറ്റി പറയാതെ ഈ പ്രസംഗം പൗലോസിന് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. പെട്ടെന്ന് ആത്മാവിൽ കേൾക്കുക. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും. ആത്മാവിന്റെ പ്രത്യേകത ദൈവത്തിന്റെ ആഴങ്ങളെ ആരായും. അതാ പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ സഹായിക്കുന്ന ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. എന്നിട്ട് എന്താണ് ദൈവാത്മാവ്? പൗലോസ് ഒന്ന് പറയുക, ഞാനൊന്ന് തൊട്ടുപോകാം. എന്താണ് ദൈവാത്മാവ്? അതിന് അടുത്ത വാക്യം വായിച്ചേ. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? നോക്കിക്കേ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അപ്പം എന്റെ അകത്തൊരാത്മാവുണ്ട്, ഒരു മനുഷ്യാത്മാവുണ്ട്. ആ മനുഷ്യാത്മാവിനെ ഞാൻ ആരാണെന്ന് അറിയത്തുള്ളൂ. എൻ്റെ വേദനയും എൻ്റെ ദുഃഖവും എൻ്റെ സന്തോഷവും ആർക്കറിയാം? എൻ്റെ ആത്മാവിന്. എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു, എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞെന്ന് ഞാൻ അറിയാൻ കാര്യം എന്താ? എൻ്റെ അകത്തൊരു ആത്മാവുള്ളത് കൊണ്ടാണ്. എൻ്റെ ആത്മാവ് ഒന്ന് പോയി എൻ്റെ ബോഡി അവൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊണ്ടിട്ടിരിക്കുക പോസ്റ്റോടെ ചെയ്യാൻ. അവർ വെട്ടിക്കീറുമ്പോൾ ഞാൻ പറയുമോ എൻ്റെ പൊന്നു ഡോക്ടറെ പയ്യെ വെട്ടിക്കീറ് പറയുമോ? എന്താ കാര്യം? എൻ്റെ അകത്ത് ആത്മാവില്ല.
അപ്പൊ എന്റെ വേദന ഞാൻ തിരിച്ചറിയാൻ കാര്യം എന്താ? എന്റെ അകത്ത് ആത്മാവുള്ളത് കൊണ്ടാ. എന്റെ സന്തോഷം ഞാൻ തിരിച്ചറിയുന്നത് എന്റെ അകത്ത് ആത്മാവുള്ളത് കൊണ്ടാ. ഞാൻ ഇന്ന് പകൽ അവൻ ഷർട്ടൊക്കെ ഇട്ട് ഇൻ ചെയ്തൊക്കെ നിൽക്കാൻ കാര്യം എന്റെ അകത്ത് ആത്മാവുള്ളത് കൊണ്ടാ, അല്ലേ? എന്റെ ആത്മാവ് പോയാൽ പിന്നെ ഈ ഷർട്ടൊക്കെ ഇടിക്കണമെങ്കിൽ ഒരു 4 പേര് പിടിക്കണം, വാലിച്ചൊക്കെ ഇടുക, അല്ലേ? ബോഡിക്കകത്തല്ലേ ഷർട്ടൊക്കെ ഇടിക്കുന്നേ. കാര്യം എന്താ? എന്റെ ആത്മാവാണ് എന്റെ എല്ലാം, എന്റെ വ്യക്തിത്വം, എന്റെ ദുഃഖം, എന്റെ സന്തോഷം, ഇതെല്ലാം അറിയുന്നതിന്റെ അകത്ത് ആത്മാവ്. അത് വായിക്കുന്നത് മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ. പൗലോസിന്റെ വെളിപ്പാടൊക്കെ കണ്ടേ, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും അപ്പൊ ഗ്രഹിച്ചിട്ടില്ല. എന്നെ പറ്റി നന്നായിട്ട് അറിയാവുന്ന എന്റെ ആത്മാവിനാ. അതിൽ പൗലോസ് പറയുന്നു, അതുപോലെ ദൈവത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുള്ളൂ, അത് ദൈവത്തിന്റെ ആത്മാവാ. ആത്മാവിനെ ദൈവം നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്നേ. ആത്മാവ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നേ. ക്രിസ്തുവിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. ഓക്കേ, അവണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അടുത്ത വാക്യം കൂടെ, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ എത്ര ആത്മാവുണ്ട്? ദൈവാത്മാവ്, മനുഷ്യാത്മാവ്, ലോകത്തിന്റെ ആത്മാവ്. ഞാൻ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. ദൈവാത്മാവ് അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്തറിവ് കിട്ടും? ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടുകൾ. ഒരു നല്ല ശോധം പറഞ്ഞാട്ടെ. യേശുവിന്റെ ക്രൂശ് മരണം പിശാചിന്റെ തല തകർത്തു. യേശുവിന്റെ ക്രൂശ് മരണം ജയമായിരുന്നു. നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ പറയും, 1000 പേർ നിങ്ങളുടെ ചുറ്റും വിളിച്ചു പറയുക യേശുവിന്റെ ക്രൂശ് മരണം പരാജയമായിരുന്നു, നിങ്ങൾ പറയും അല്ല, യേശുവിന്റെ ക്രൂശ് മരണം ജയമായിരുന്നു. എന്താ നമ്മൾ ഉറപ്പ്? ക്രൂശിൽ മരിച്ചവന്റെ ആത്മാവ് നമ്മുടെ അകത്തുള്ളത് കൊണ്ടാ. എന്റെ ജ്ഞാനമോ എന്റെ അറിവോ അല്ല യേശുവിന്റെ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. യേശുവിന്റെ ക്രൂശ് മരണം പിശാചിന്റെ തല തകർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പഠിച്ച ബൈബിൾ സ്കൂളിലെ തിയോളജി അല്ല, മറിച്ച് അത് ചെയ്തവന്റെ ആത്മാവ് എന്റെ അകത്തുള്ളത് കൊണ്ടാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പഴയ നിയമത്തിൽ കഥയുണ്ടല്ലോ, അബ്രഹാം തന്റെ മോനായിരിക്കുന്ന ഇസ്ഹാക്കിന് വേണ്ടി പെൺകുട്ടി എടുക്കുവാൻ ആരെ പറഞ്ഞു വിട്ടു? എലയാസനെ പറഞ്ഞു വിട്ടു, അല്ലേ? എലയാസനെ പറഞ്ഞു വിട്ടു. നമ്മുടെ പിതാക്കന്മാരൊക്കെ വ്യാഖ്യാനിച്ചു, എലയാസർ പരിശുദ്ധാത്മാവിന്റെ നിഴലും, ഇസ്ഹാക്ക് ക്രിസ്തുവിന്റെ നിഴലും, അബ്രഹാം പിതാവിന്റെ നിഴലും, അല്ലേ? റിബേക്ക മണവാട്ടി സഭയ്ക്ക് നിഴലും. അപ്പൊ മണവാട്ടിയെ തിരഞ്ഞെടുക്കാൻ, ഒരുക്കാൻ പിതാവാരെയാ ഏൽപ്പിച്ചിരിക്കുന്നേ? പരിശുദ്ധാത്മാവിനെ, എലയാസറിനെ. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ഒരുക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നിങ്ങളുടെ കുറവുകളൊക്കെ ഉടച്ച് പണിയാൻ പരിശുദ്ധാത്മാവിന് കഴിയും. വീട് വിട്ടിറങ്ങുമ്പോൾ എലയാസർ തീരുമാനമെടുത്തു, എനിക്കും എൻ്റെ ഒട്ടകത്തിനും വെള്ളം കോരിത്തരുന്നവളെ എൻ്റെ യജമാൻ ഞാൻ ഭാര്യയായിട്ട് എടുക്കും. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് അധികാരമുണ്ട്. അങ്ങനെ എലയാസർ ചെന്നു, റിബേക്കയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഉടനെ ചെയ്ത കാര്യം കേൾക്കണമോ? താൻ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ ആർക്കിട്ടുകൊടുത്തു? റിബേക്കയ്ക്ക് ഇട്ടുകൊടുത്തു. രണ്ടുപേരും വീട്ടിൽ ചെന്നു. എലയാസർ പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ യജമാന് ഒരു പെണ്ണെടുക്കാൻ വേണ്ടിയാ. എനിക്ക് ആരെ ഇഷ്ടപ്പെട്ടു? റിബേക്കയെ ഇഷ്ടപ്പെട്ടു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നിന്നോട് ഇഷ്ടമുണ്ടാകട്ടെ. നിന്റെ പ്രവർത്തികൾ ആത്മാവിന് ഇഷ്ടമാകട്ടെ. ആത്മാ പറയുന്നു, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി. നാളെ പ്രഭാതത്തിൽ ഞാനും ബാലയും കൂടെ യാത്ര പുറപ്പെടാൻ പോവാം. ഉടനെ അച്ചച്ചന്മാർ പറയുന്നത്, ഒരു 10 ദിവസം കൂടെ ബാല ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ഇന്നലെ വരെ ആടിനെ മേയിച്ചുകൊണ്ട് പറമ്പിൽ കൂടെ നിന്നപ്പം ഒറ്റ അച്ചച്ചന്മാരില്ല. ഒരു നന്മ വെളിപ്പെട്ടപ്പം അച്ചച്ചന്മാരായി, വീട്ടുകാരായി, നാട്ടുകാരായി. ഉടനെ എലയാസർ പരിശുദ്ധ സൈലന്റായി. എനിക്ക് സമ്മതമാണ്. നമുക്ക് ബാലയുടെ അഭിപ്രായം ചോദിക്കാം. കൊച്ചെ, എന്താ നിന്റെ അഭിപ്രായം? നമ്മൾ പറയുക, ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ യാത്രക്ക് റെഡിയായി. ഉടനെ അച്ഛന്മാർ ചോദിക്കുന്നു, എടി ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ ഇതുവരെ കാണാത്ത ഒരുത്തനെ തേടിപ്പോകാൻ എത്ര കൊതി എന്താ? ഇവള് പറയും, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല, ഇവൻ പരിശുദ്ധാത്മാവാകുന്ന എലയാസറ.
ഇവൻ തന്ന സ്വർണ്ണാഭരണങ്ങൾ ഇത് വെറും ആഭരണമല്ല, ഇത് കൃപയുടെ ആഭരണങ്ങളാ. അതെൻ്റെ മേൽ വീണപ്പോൾ എൻ്റെ പാരമ്പര്യത്തിൻ്റെ കെട്ടുപൊട്ടി. ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ കഴിയത്തില്ല. അതാണ് യഥാർത്ഥ മാനസാന്തരം. രണ്ടുപേരും കൂടെ യാത്ര പുറപ്പെട്ടു. മരുഭൂമിയിൽ കൂടെ യാത്ര. നമുക്കറിയാം, ദൈവത്തിലെ വചനം പഠിക്കുമ്പോൾ ഒരു അപ്പനും മോനും ഒരു വീട്ടിൽ പോയി പെണ്ണ് കെട്ടി. ആരൊക്കെയാ? ഇസ്രാക്കും യാക്കോബും. ഇസ്രാക്ക് പെണ്ണ് കെട്ടാൻ പോയപ്പം ഇസ്രാക്ക് പോയോ പെണ്ണ് കാണാൻ? ഇല്ല. ആരാ പോയേ? പരിശുദ്ധാത്മാവാകുന്ന നിങ്ങളുടെ ഏതു തെരഞ്ഞെടുപ്പിനും നിങ്ങൾ ആരെ ആശ്രയിക്കണം? പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾ കൂട്ടുകൂടുക. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളുടെ ജോലിയാകട്ടെ, നിങ്ങളുടെ പാർട്ട്ണറാകട്ടെ, നിങ്ങളുടെ എന്താകട്ടെ, എന്ത് വിഷയമാകട്ടെ, എന്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായം ചോദിക്കണം. ഇസ്രാക്ക് പോയില്ല. പരിശുദ്ധ മലയാസ്രാണ് പോയത് പെൺകുട്ടി എടുക്കാൻ. അല്ലോ, അർത്ഥം ആത്മാവ് തെരഞ്ഞെടുത്ത് തരുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. നിനക്ക് കൊള്ളാവുന്നതേ അവൻ തെരഞ്ഞെടുത്ത് തരത്തുള്ളൂ. നമുക്ക് എന്നിട്ട് ഉറപ്പില്ല, ഞാനോട് കൂടെ പോയാക്കല്ലേ, ആത്മാവിന് വേറെ തെറ്റിപ്പോയെങ്കിലോ. അങ്ങനെ ഒരപ്പനും മോനും ഒരു വീട്ടിൽ പോയി പെണ്ണ് കെട്ടി. ഇസ്രാക്ക് പെണ്ണ് കെട്ടാൻ പോയപ്പോൾ താൻ പോയില്ല, എലയാസറിനെ കൊണ്ടുപോയി. എന്നാൽ യാക്കോബ് എങ്ങനെയാ പോയി പെണ്ണ് കെട്ടിയേ? 14 വർഷം കട്ടപ്രേമം. കണ്ണടച്ചാൽ നീ കണ്ണു തുറന്നാൽ നീ നിന്നെ പറ്റി ഓർത്തപ്പോൾ 14 വർഷം പോയത്. അപ്പം ഈ റാഗേലിനെ എങ്ങനെയാ യാക്കോബ് പുറത്തു കൊണ്ടുവന്നേ? കണ്ണും കൈയും കാലൊക്കെ കാണിച്ച്, മയക്കി അടിച്ച്, അല്ലേ, സിസ്പായിക്കൊക്കെ കാണിച്ച്. ആമേൻ. ആരെ പുറത്തു കൊണ്ടുവന്നു? റാഗേലിനെ പുറത്തു കൊണ്ടുവന്നു. എന്നാൽ റിബേക്ക പുറത്തു വന്നത് പരിശുദ്ധാത്മാവ് എലയാസിന്റെ നിയന്ത്രണത്തിലാണ്. മാറ്റം കണ്ടോണം. റിബേക്ക വന്നപ്പോൾ എല്ലാം വിട്ടുപോകുന്നു. സ്വത്രം റിബേക്ക പോന്നപ്പോൾ എല്ലാം വിട്ടുപോകുന്നു. റാഗേൽ പോന്നപ്പോൾ അപ്പന്റെ ഗൃഹബന്ധവും അടിച്ചോണ്ട് പോന്നു. പെന്തക്കോസ്തിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് റാഗേലിന്റെ കൂട്ടരും, 2 റിബേക്കയുടെ. ഒന്ന് എല്ലാം വിട്ട് വന്നവർ, 2 പലതും വിട്ട് കളയാത്തവർ. നമ്മൾ വിട്ട് കളഞ്ഞ മാത്രം സ്വർണ്ണമാ. നമുക്കത് മാത്രമേ ഉള്ളൂ വിട്ട് കളയാൻ. സ്വർണ്ണം മാത്രം ഇടരുത്, അല്ലേ? എൻ്റെ കൂടെ നിങ്ങളില്ല. പിന്നെ ഗോൾഡൻ വാച്ചൊക്കെ കെട്ടാൻ കുഴപ്പമില്ല, മുഴുവൻ മുത്തും ചുടിദാറെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. സ്വർണ്ണം മാത്രം ഞങ്ങളെല്ലാം വിട്ട് വന്നവരാ. എന്താ? ഞങ്ങൾ സ്വർണ്ണമെല്ലാം ഊരിട്ട് വന്നവരാ, രക്തത്താഴ്ചയും, അല്ലേ? ഞാനിപ്പോഴും പറയും, ഗൾഫിൽ പോയി പണമുണ്ടാക്കി നാട്ടിൽ വന്ന് വീട് പണിയുമ്പോൾ കന്നിമൂല നോക്കും. ഗൾഫിൽ കന്നിമൂലയുണ്ടോ? അല്ല, കുഴപ്പമുണ്ടായിരുന്നോ അവിടെ താമസിച്ചിട്ട്? നാട്ടിൽ വന്നപ്പോൾ കന്നിമൂല, അല്ലേ? വീട് പണിയാൻ നേരത്ത് ആമേൻ പാസ്റ്റർ പ്രാർത്ഥിച്ച വസ്തു മേടിച്ചേ, ആമേൻ, സ്ഥാനം നോക്കാൻ ആശാരി കൊടുത്തു. അവൻ കുറ്റി അടിച്ച് കയറ്റി. അന്ന് തുടങ്ങി നിന്റെ ഗതികേട്, രക്തം ചെയ്യാം. വീടിന്റെ പണി കഴിഞ്ഞു, ഇനാഗ്രേഷൻ, അല്ലേ? നമുക്കൊക്കെ ഗ്യാസ് ഉണ്ട്, എങ്കിലും പാലുകാച്ചൽ, ചൂട്ടും കൊതുമ്പും വേണം, അല്ലേ? എന്നിട്ട് പറയും തിളച്ചു തൂകണം, പൊങ്കാലെടുപ്പാ. എൻ്റെ കൂടില്ല ആണെന്നേ. ഗോമാതാവിന്റെ പാലേ പൊങ്കാലെടുപ്പിലേ അടുക്കളയിലേ തിളച്ചു തൂകിച്ചില്ലേ? ഉണ്ടെന്നില്ല. വീടൊക്കെ പണിതു. മോന്റെ കല്യാണമായി. സ്തോത്രം. മോന്റെ കല്യാണമായപ്പം സ്തോത്രം പെങ്കുച്ചി വീട്ടിൽ കയറാൻ വരുമ്പോഴത്തേന് ബൈബിൾ കൊടുത്തിട്ട് പറയും, വലതുകാല് വെച്ചേ കയറാവുള്ളൂ. മറ്റൊരു ചെയ്യും, വിളക്ക് കൊടുത്ത് കയറ്റും. നമ്മൾ ബൈബിൾ കൊടുത്ത്, ഇടതുകാല കുഴപ്പം എന്താ? എൻ്റെ കുഴപ്പം മനസ്സിലാകുന്നില്ല. എന്താ ഇടതുകാല കുഴപ്പം? രക്തത്താഴ്ച. സ്തോത്രം. പോട്ടെ, കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ടായി. സ്തോത്രം. അവര് 28-ന് ചട് കെട്ടും, നമ്മൾ 29-നെ കെട്ടത്തുള്ളൂ, അല്ലേ? അന്ന് കെട്ടത്തില്ല. രക്തത്താഴ്ച. സ്തോത്രം. അവര് അമ്മ സ്തോത്രം. അവൻ കൊച്ചിന് 6 മാസം ആകുമ്പോൾ ഗുരുവായൂർ പോയി ചോറ് കൊടുക്കും. നമ്മൾ പാസ്റ്റർ വിളിച്ച് കൊച്ചിന് ചോറ് കൊടുപ്പിക്കും. അവർ 1 വർഷമാകുമ്പോൾ പളനി പോയി മുടി വെട്ടും. നമ്മൾ 1 വർഷമാകുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ കൂടെ നിങ്ങളില്ല. കൊച്ചു പഠിക്കാൻ പോകുമ്പോൾ അവര് അമ്മ സ്തോത്രം അമ്മ പൂജക്കെന്ന് എഴുതിക്കും. നമ്മളും പാസ്റ്റർ എഴുതിക്കും. എൻ്റെ കൂടെ ഇല്ല. എന്താ നിങ്ങൾ മിണ്ടാത്തേ? വെള്ളം വിട്ട് കളഞ്ഞോ? അല്പമൊക്കെ രൂപഭംഗി മാറ്റി നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് നമുക്ക് നമ്മുടേതാക്കി മാറ്റിയെന്നുള്ളൂ. വല്ല മാറ്റം ഉണ്ടായോ? വന്നാൽ എല്ലാം വിട്ടു വരണം. എനിക്കൊരു ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ. എനിക്കെന്നെ നാളറിയത്തില്ല. ഞാൻ ജനിച്ച നാൾ എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് മക്കൾക്കാർക്കും കൃപ. ഒരു സ്വതം പറഞ്ഞാട്ടെ. ഹലോ ഉണ്ട്. ആ പോരാട്ടം ഒരിക്കൽ പോലും എന്നെ വന്നിട്ട് എനിക്ക് നാളറിയത്തില്ല. ജനിച്ച ദിവസം അറിയാം, തീയതി അറിയാം, നാളറിയത്തില്ല, നോക്കിയിട്ടില്ല. ഒരു നല്ല സ്വതം പറ. ഇന്ന് ഭഗത് ദൈവാൽ വന്നാൽ എല്ലാം വിട്ടു വരണം. റാഗേൽ പോന്നപ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോന്നു. അപ്പന്റെ ഗൃഹബിംബം. അങ്ങ് ചെല്ലാൻ പറ്റിയോ? പാത വഴിയിൽ പട്ടുപോയി. എല്ലാം വിട്ടു വന്നവളെ ആരേറ്റെടുത്തു? എലയാസർ ഏറ്റെടുത്തു. മരുഭൂമിയിൽ കൂടെ. നിങ്ങൾ നോക്കിക്കേ, അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഫുൾ ആയി പോയോ? ഉറക്കം വരുന്നുണ്ടോ? ഒരു നല്ല ശോധം പറഞ്ഞാട്ടെ.
ഈ പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ഉറങ്ങി എനിക്ക് ഭയങ്കര സങ്കടം. പക്ഷേ എനിക്കിപ്പം സങ്കടമില്ല. കാര്യം ഞാൻ സത്യമായിട്ട് കാര്യം പറയാം. എനിക്ക് സ്വന്തമായിട്ട് ഒറ്റ പ്രസംഗം എല്ലാം കോപ്പി അടിക്കാം. എൻ്റെ മെസ്സേജ് മുഴുവൻ കോപ്പി അടിച്ച് പ്രസംഗിക്കുക. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ പ്രസംഗത്തിൻ്റെ മൂളെ അടർത്തി വെച്ച് കീച്ചുക. എൻ്റെ കൂടെ ഇല്ല. അമ്മേ, എനിക്ക് പലപ്പോഴും ഈ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഈ താക്കോലൊക്കെ കൈ കിട്ടിയ പത്രോസ് പറയുകയാണെ ആ പൗലോസ് അച്ചായൻ്റെ ലേഖനങ്ങൾ അല്പം കട്ടിയാണെന്ന്. പുള്ളിക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നെ അതിൻ്റെ മൂലയൊക്കെ എടുത്ത് ഞാൻ കീച്ചിട്ട് ഇതെൻ്റെ വെളിപ്പാടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം പൗലോസ് പ്രസംഗിച്ചപ്പോൾ ദൂരത്തം കിടന്ന് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ ആ വെളിപ്പാട് എന്നാ അതൊക്കെ കേട്ടാൽ എങ്ങനെ ഉറങ്ങും? പിന്നെ അത് കേട്ടപ്പോൾ ഉറങ്ങി. പിന്നെ ഈ പാവപ്പെട്ട എൻ്റെ ഈ കോപ്പി അടിച്ചുള്ള പത്രോസിൻ്റെ ഒക്കെ പ്രസംഗത്തിൻ്റെ മൂലയൊക്കെ അടത്തിയിട്ട് അവിടുന്ന് പൊട്ടിച്ച് ഇവിടുന്ന് പൊട്ടിച്ചൊക്കെ കൂട്ടി ഇണക്കി 1.5 മണിക്കൂർ ഒപ്പിക്കുന്ന എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഉറങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഉറക്കൊണ്ട് ഉറങ്ങിക്കോ. ഒരു നല്ല ശോധം പറഞ്ഞാട്ടെ, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. രക്തം വചനം ചെയ്യുക. നോക്കിക്കേ, എല്ലാം വിട്ടു വന്നവളെ ആരേറ്റെടുത്തു? പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. നോക്കിക്കേ, ക്രിസ്തീയ ജീവിതം മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയാണ്. പക്ഷേ ആ യാത്രയിൽ ആരുണ്ട് കൂടെ? പരിശുദ്ധാത്മാവ്. കൂടെയുണ്ടോ? പരിശുദ്ധാത്മാവ് കൂടെയുണ്ടോ? പരിശുദ്ധാത്മാവ്. മരുഭൂമിയുടെ ചൂട് അവൾ അറിഞ്ഞില്ല. മരുഭൂമിയുടെ പ്രതിസന്ധികൾ അവൾ അറിഞ്ഞില്ല. യാത്രയുടെ ദൈർഘ്യം അവൾ അറിഞ്ഞില്ല. എന്താ കാര്യം? അവളോട് കൂടെ ഒരുവൻ സംസാരിച്ച് കൂടെ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മാവാണ് എലയാസറുമായിട്ട് അവൾ സംസാരിച്ച് നടന്നപ്പോൾ മരുഭൂമിയുടെ ചൂടും മണൽക്കാറ്റും അവൾ അറിഞ്ഞില്ല. എൻ്റെ ചോദ്യം, അവൾ എന്തായിരിക്കാൻ ചോദിച്ചത്? അച്ഛാ, അവിടെ ചെല്ലുമ്പോൾ വീട് കിട്ടുമോ, വണ്ടി കിട്ടുമോ? ഒന്നുമല്ല. അവക്കൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, എൻ്റെ മണവാളൻ എങ്ങനെയുണ്ട്? ഞാൻ മണവാളനെ കണ്ടിട്ടില്ല, അവൻ എങ്ങനെയുണ്ട്? എലയാസർ പറയും, അവൻ സുന്ദരൻ അല്ലേ. 10,000 ഏറ്റവും സുന്ദരനേ, ഷാരോനിൽ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി 10,000 ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ഉപക്കാമെന്നേ ഷാരോനിൽ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. അതുകൊണ്ട് പൗലോസ് പറയുന്നേ, നിങ്ങൾ വഴിയിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് പാപികളാൽ ഇങ്ങനെ വിരോധം നേരിട്ടവനെ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളുക. 10,000 ഏറ്റവും സുന്ദരനേ, യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാം മായവനേ. 10,000 ഏറ്റവും സുന്ദരനേ, ഷാരോനിൽ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000 ഏറ്റവും മണവാളെ പറ്റി കേട്ട് വർണ്ണിച്ച് ചോദിച്ച് അറിഞ്ഞുള്ള യാത്ര, അതാണ് ക്രിസ്ത്യ ജീവിതം. അത് മടുപ്പല്ല കേട്ടോ. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ എലിയാസർ പറയും, മോളെ, ഇന്നലത്തേക്കാൾ ഇന്ന് നമ്മൾ അവന്റെ വീടുമായി അല്പം കൂടി അടുത്തിട്ടുണ്ട് കേട്ടോ. യാത്ര ആവേശം പകരുകയാണ്. റിബേക്കയുടെ ആവേശം എന്ന് പറയുന്നത് ഞാൻ ആ വീടുമായിട്ട് അടുത്തു. ഇന്ന് പകൽ പരിശുദ്ധം പറയുന്നു, നമ്മുടെ ആവേശവും നമ്മുടെ മണവാളനുമായി നമ്മൾ ഏറ്റവും അടുത്തു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ ഏറ്റവും അടുത്തു കേട്ടോ, ഏറ്റവും അടുത്തു. ഈ തലമുറ നമ്മുടെ കർത്താവ് വരും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മൾ ആ യാത്രയിലാ. നമ്മൾ യാത്ര ചെയ്ത മരുഭൂമിയിൽ കൂടിയോ കേട്ടോ. പക്ഷെ മരുഭൂമിയുടെ ദൂരം നമ്മൾ അറിഞ്ഞില്ല. നല്ല സുന്ദരിയായ പെൺകൊച്ച് റിബേക്ക കേട്ടോ, ഇവള് വഴിയെ പോകുമ്പോൾ പലരും നോക്കിക്കാണാം, പക്ഷേ അവൾ ആരെയും നോക്കിയില്ല. അവൾ ലോകത്തിലേക്ക് നോക്കിയില്ല. ലോകത്തിലേക്ക് നോക്കിയോ? എന്താ നോക്കാഞ്ഞേ?
അവൾ ആരോടാ സംസാരിച്ച് നടക്കുന്നേ? പരിശുദ്ധാത്മാവാകുന്ന എലയാസറിനോടാ. ദൈവസഭ ഇപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആത്മാവിൽ സംസാരിക്കാതെ, ആത്മാവുമായി സംസാരിക്കാതെ നമ്മൾ ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നോട്ടം എവിടേക്കായി? ലോകത്തിലേക്കായി. നമ്മുടെ പിതാക്കന്മാർ മണിക്കൂറുകൾ അവർ അന്യഭാഷ സംസാരിക്കും. അവർ ഏറ്റവും വില കൊടുത്തത് പരിശുദ്ധാത്മാവിനാണ് വില കൊടുത്തത്. അവർക്ക് മറ്ററിവൊന്നുമില്ലായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിന് വില കൊടുത്തു. അവർ മണിക്കൂറുകൾ അവർ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചു, അന്യഭാഷ ദൈവത്തോട് സംസാരിച്ചു. അവർ പറഞ്ഞു, ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, പോകണം യേശുവിന്റെ പാത നോക്കി. നമുക്ക് എന്താ പറ്റിയേ? പരിശുദ്ധാത്മാവുമായി സംസാരിക്കാതെ വന്നപ്പോൾ നമ്മുടെ നോട്ടം എങ്ങോട്ടായി പോയി? ലോകത്തിലേക്കായി പോയി. ഇപ്പൊ നമ്മൾ ലോകക്കാരെ പോലെ ആകാൻ നോക്കുക, ലോകക്കാരെ പോലെ ജീവിക്കുവാൻ നോക്കുക. ലോകം നമ്മുടെ സഭയ്ക്കകത്ത് വന്ന് കേറി. നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയവെന്ത് ദൈവം അറിവാനായി നമുക്ക് നൽകിയത് എന്താ നൽകിയ? ക്രൂശിൽ സകലവും ചെയ്തു, അല്ലേ? ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ, ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ തന്നിടാ. ദൈവം നമുക്ക് നൽകിയതിനെ അറിയുവാനായി. ഏതാത്മാവിനെയാ? ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചതിന് വേണ്ടിയിട്ടാ ദൈവം നമുക്ക് നൽകിയതിനെ അറിയാൻ. നാം ലോകത്തിന്റെ ആത്മാവിനെയല്ല. ലോകത്തിന്റെ ആത്മാവകത്ത് വന്നാൽ നമ്മുടെ ചിന്ത ലോകത്തെ പറ്റി ആയിരിക്കും. എന്നാൽ നമ്മുടെ അകത്തുള്ള ദൈവാത്മാവാണ്. അതുകൊണ്ട് നമുക്കൊന്നിച്ച് പറയുവാൻ കഴിയും, ഞങ്ങൾ ലോകത്തെ വെറുക്കുന്നു, ഞങ്ങൾക്ക് ലോകത്തെക്കാൾ വലുത് നിത്യതയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അബ്രഹാം ക്ഷേത്രം ഇറങ്ങിത്തിരിക്കുമ്പോൾ അബ്രഹാമിന്റെ ചിന്ത, അമ്മൻ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും പണിതിട്ടില്ലാത്ത ഭവനവും ദൈവം ഞങ്ങൾക്ക് തരും, അല്ലേ? ഒരു ദേശം, കനാൻ ദേശം നോക്കിയാണ് അബ്രഹാം ഇറങ്ങിയത്. എന്നാൽ ദൈവത്തോടു കൂടെ നടന്ന് അല്പദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ നോട്ടം ദൈവത്തേക്കിലെ കൈ കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയുന്നു, എൻ്റെ ആഗ്രഹം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു ഭവനമുണ്ട്, ഒരു നഗരമുണ്ട്, ഞങ്ങളതിനായി കാത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ നിത്യത വെളിപ്പാടുമായി നമുക്ക് യാത്ര ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാ കണ്ണുമടയ്ക്കാം. ഒരു നിമിഷം ഇന്ന് മകൾ കേട്ട ദൂതം ഏറ്റെടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായിട്ട് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാമോ? എഴുന്നേൽക്കുവാൻ എഴുന്നേറ്റ് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. രക്തം ചെയ്യാം. ഹല്ലേലൂയ.